मामू सुबह हो गई है, डेमोक्रेसी की सुबह हो गई है। अब इस देश की जनता जाग चुकी है। एजिटेशन में चल रहे केसेस के बारे में 4 पॉइंट्स दिए थे और उसके साथ साथ जो बाकी 2 डिमांड्स थी, रिटेलिएटरी मेजर्स न लिए जाए, कंपनसेशन दिया जाए और इनके 5 पॉइंट चार्टर को कंसिडर किया जाए। സാഹിത്യം, സിനിമ, സ്പോർട്സ് ഈ മേഖലകളിലെല്ലാമുള്ള നാടിൻ്റെ അഭിമാനഭാജനങ്ങളായ പ്രശസ്തരായ ഒട്ടനവധി പേർ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അവരെയെല്ലാം അഭിനന്ദിക്കാനും അവരോട് നന്ദി പ്രകാശിപ്പിക്കാനും കൂടി ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. Education Minister Dharmendra Pradhan's resignation is a huge step in rebuilding our education system. It's a symbolic step because he was a symbol, but it is still a big step. 35 ദിനങ്ങളിൽ 56 ഇഞ്ച് ഉടഞ്ഞു വീണു. മോദി മൂക്കും കുത്തി വീണു. പാറ്റകൾ ദില്ലിയിലെ ജന്തർ മന്ദറിൽ പറന്നെത്തിയത് 35 ദിനങ്ങൾക്ക് മുമ്പായിരുന്നു. SFIയും CPIMും സോനം വാങ്ചുക്കും അടക്കം ഇടത് മതേതര ശക്തികളുടെ ചിറകിൽ രാജ്യത്താകെ ആ സമരാഗ്നി, അതിൻ്റെ സമര ആശയം ചീറിപ്പാഞ്ഞു. ഐക്യരാഷ്ട്രസഭയിലടക്കം അന്തർദേശീയ തലത്തിൽ യുവതയുടെ സമരം ചർച്ചയായി. ഒടുവിൽ സമരക്കാരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ച് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുകയും ചെയ്തു. അഥവാ രാജിവെക്കേണ്ടി വന്നു. ദേശദ്രോഹികൾ എന്ന സ്ഥിരം പല്ലവി ഉയർത്തി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മേൽ ശത്രു രാജ്യങ്ങളിലെ പട്ടാളക്കാർക്കെതിരെ പോലും ഉപയോഗിക്കുന്ന പെല്ലറ്റ് ഗണ്ണുകൾ അടക്കം പ്രയോഗിച്ചു. പെൺകുട്ടികളായ സമരസഖാക്കൾക്കെതിരെ പോലീസും ഗുണ്ടകളും ചേർന്ന് അശ്ലീല ഭാവത്തിൽ പെരുമാറി. രാജ്യത്തെ കുടുംബങ്ങളുടെ ഉള്ളിലേക്കാണ് മോദി പോലീസിന്റെ അതിക്രമത്തിന്റെ നാറിയ ലാത്തികൾ വന്നു പതിച്ചത്. തങ്ങളുടെ കുഞ്ഞുങ്ങളെയാണ് മോദി ഭരണകൂടം മർദ്ദിക്കുന്നതെന്ന് രാജ്യത്തിലെ ഓരോ അമ്മമാർക്കും തോന്നി. പക്ഷേ ഒടുവിൽ ഇതാ മുട്ടുകുത്തേണ്ടി വന്നു മോദിക്ക്. സമരക്കാർ വിളിച്ചു പറഞ്ഞതുപോലെ നേരം വെളുത്തമ്മാവ പണി മതിയാക്കിക്കോ, നേരം വെളുത്തമ്മാവ പണി മതിയാക്കിക്കോ. വിദ്യാർത്ഥി സമരം ഐതിഹാസിക വിജയം നേടി. സമരസഖാക്കളുടെ ഈ ഘട്ടത്തിലെ ആവശ്യം അംഗീകരിച്ചു. ഇനി മോദിയും കൂട്ടരും കൈക്കൊണ്ട അതിക്രമ രീതിക്കെതിരായ അലയൊലികൾ അലകടലായി ഭരണകൂടത്തെ വിറപ്പിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടങ്ങളും ലോകത്ത് കിടുങ്ങി വിറച്ച് നിലം പതിച്ചത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലാണെന്ന് മോദിയും അമിത്ഷയും സംഘപരിവാറും ഓർത്തുവെക്കണം. കോക്രോച്ച് ഇടത് കൂട്ടായ്മയുടെ സമര വിജയവും അനുരണനങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. നേരം വെളുത്തമ്മാവ പണി മതിയാക്കിക്കോ. ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: ആദർശം സജി, SFI അഖിലേന്ത്യാ പ്രസിഡന്റ്; ഗോകുൽ കൃഷ്ണൻ, ABVP വക്താവ്; MJ ചന്ദ്രൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ; KJ ജേക്കബ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ. ഒപ്പം സമരക്കാരെ പിന്തുണച്ച പ്രമുഖ നടി കൂടിയായ രഞ്ജിനി ഹരിദാസ്. ആദ്യം ABVP നേതാവ് ഗോകുൽ കൃഷ്ണനിലേക്ക്. ഗോകുൽ കൃഷ്ണ, ഇപ്പോൾ എന്തു തോന്നുന്നു? അജിംഷാ, തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ചർച്ചയിൽ എന്നൊരു വിദ്യാർത്ഥി സംഘടനാ നേതാവ് എന്ന നിലയിൽ ഞാൻ ഇരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സമരം, അല്ലെങ്കിൽ ഈ നീറ്റുമായി ബന്ധപ്പെട്ട സമരം എന്ന് അതിൻ്റെ പര്യവസാനമായിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, മെയ് 3-ാം തീയതി ഈ പരീക്ഷ നടന്നു. 4 ദിവസത്തിനകം ഇതിൻ്റെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നു. മറ്റ് അന്വേഷണങ്ങൾ, CBI എൻക്വയറി അടക്കമുള്ള കാര്യങ്ങളുണ്ടായി. കൃത്യം മെയ് 9-ാം തീയതി തന്നെ ഈ പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേസ് CBIക്ക് കൈമാറണം. അതേപോലെ തന്നെ ഇതിൽ ആശങ്കയുള്ള വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കണം. അത്തരത്തിൽ വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ട് വിദ്യാർത്ഥി പരിഷത്ത് ഡൽഹിയിൽ സമരത്തിലേക്ക് ഇറങ്ങിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പക്ഷേ ആ സമയത്തും വിദ്യാർത്ഥി പരിഷത്തിന് കേവലം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ രാജി അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ രാജി എന്ന തരത്തിലേക്ക് നമ്മളൊരു സമരവുമായിട്ട് മുന്നോട്ട് പോയില്ല. ഭാവിയിലും ഇത്തരത്തിലുള്ള അപാകതകൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകരുത്, എല്ലാ തരത്തിലുള്ള ആശങ്കകൾ പരിഹരിക്കണം
ഈ നീറ്റുമായി ബന്ധപ്പെട്ട് ജീവൻ ഹനിച്ച വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് അവരുടെ ഫാമിലിയെ, അവരുടെ കുടുംബത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി സർക്കാരിന് സാധിക്കണം എന്ന തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങളുമായിട്ടാണ് വിദ്യാർത്ഥി പരിഷത്ത് ഈ സമരമുഖത്ത് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ആയിരുന്നില്ലല്ലോ ഗോകുൽ കൃഷ്ണൻ ഇന്നിപ്പോ നേരത്തെ പറഞ്ഞിരുന്നത്. അതിനുശേഷം CJP ദേശവിരുദ്ധ എലമെന്റ് അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. ഒരു ദിവസം മുമ്പ് നമ്മൾ ഇരുന്ന സമയത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഇപ്പോൾ അതിനുശേഷം ഈ സംഭവ വികാസങ്ങൾക്ക് ശേഷമാണ് CJP വീണ്ടും ഈ ആവശ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. ഇവിടെ ധർമ്മേന്ദ്ര പ്രധാൻ ജൂൺ 21-ാം തീയതി വീണ്ടും റീനീറ്റ് നടത്തി. അതിനുശേഷം ജൂലൈ 16-ാം തീയതി വീണ്ടും ആ പുതിയ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. വിദ്യാർത്ഥികളുടെ ആശങ്ക ഒരു പരിധിവരെ പരിഹരിച്ചു. പക്ഷേ അതിനുശേഷം വീണ്ടും CJP ധർമ്മേന്ദ്ര പ്രധാൻ ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണം എന്ന തരത്തിലേക്കുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഇന്ന് ഈ രാജി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ രാജിയെ നമ്മൾ നോക്കിക്കാണേണ്ടത്, ഇന്ന് ഇതിൻ്റെ ടൈറ്റിൽ കണ്ടു, ഈ ചർച്ചയുടെ ടൈറ്റിൽ മൂക്ക് കുത്തി മോദി. എവിടെയായി മോദി മൂക്ക് കുത്തിയിട്ടുള്ളത്? നിങ്ങൾ തന്നെ ചിന്തിക്കുക. 2021 സമയത്ത് ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടി ഉണ്ടായെന്ന ഭാവത്തിലേക്ക് മാധ്യമങ്ങൾ വാർത്ത കൊടുത്ത സമയത്ത്, അതിനുശേഷവും 2024 തെരഞ്ഞെടുപ്പ് നടന്നു. ഇതേ സർക്കാർ തന്നെ അധികാരത്തിൽ വന്നു. ആ സർക്കാരിനാണോ നിങ്ങൾ മൂക്ക് കുത്തി എന്ന തരത്തിലേക്ക് മോദി മൂക്ക് കുത്തി? എന്താ മോദി ചെയ്തത്? മോദി കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ വന്ന് ഈ രാജ്യത്തെ യുവാക്കളെ, വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തെന്നേ. അതിനുശേഷം JP നഡ്ഡ കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ 4 വട്ട ചർച്ച നടന്നു CJPയുടെ വക്താക്കളുമായിട്ട് നമ്മൾ കാണണം. അതിനുശേഷം ഇത് മോദിയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. എങ്ങനെയാണ് സർജിക്കൽ സ്ട്രൈക്ക് ആവുന്നത്? ഈ സമരം വിദ്യാർത്ഥികൾക്കിടയിലേക്ക് തീവ്രവാദ ശക്തികൾ കടന്നു കയറിക്കൊണ്ട് ഈ രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ സർജിക്കൽ സ്ട്രൈക്കായിട്ട് ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജ്യം മാറിയിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുക, വിദ്യാർത്ഥികൾ വിജയിച്ചോട്ടെ, വിദ്യാർത്ഥികൾ തന്നെ വിജയിക്കണം. ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവ് എന്ന നിലയിൽ വിദ്യാർത്ഥികളുടെ വിജയം തന്നെയാണ്. പക്ഷേ വിഘടനവാദികളുടെ വിജയം ഉണ്ടാകാൻ പാടില്ല എന്ന കൃത്യമായ വ്യക്തമായ ബോധ്യം ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിനുള്ളത് കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു നടപടി, ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് ധർമ്മേന്ദ്ര പ്രധാൻ പോയിരിക്കുന്നത്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ രാജിവെച്ച കുറിപ്പിൽ അറിയിച്ചത് എന്താണ്? ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതിന്റെ അങ്ങേയറ്റത്തെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. വിദ്യാർത്ഥികൾ സമരം രാജ്യമാകമാനം വിഘടനവാദികൾ ഏറ്റെടുക്കുന്നു. ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കില്ല. ഈ വിഘടനവാദികൾക്കെതിരെയുള്ള ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ന് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥി സംഘടനാ നേതാവ് എന്ന നിലയിൽ എല്ലാ തരത്തിലും വിദ്യാർത്ഥികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ സമരമുഖത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഈ പ്രത്യേകിച്ച് ഒരു ദേശീയവാദി എന്ന നിലയിൽ കൂടി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. കാരണം വിഘടനവാദികൾക്ക് അനുവാദം കൊടുക്കില്ല എന്ന സന്ദേശം ഞാൻ തിരിച്ചെത്താം. അതായത് ആദർശം സജി, ഇത് നമ്മുടെ കൂടി വിജയമാണ് എന്ന് ചേർത്ത് പിടിക്കാനും ഒപ്പം എന്നാൽ പഴയ ചില കുത്തലുകൾ, ദേശദ്രോഹികൾ എന്ന രീതിയിൽ പറയാനും ABVPക്ക് മടിയില്ല എന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ സമരം രാജ്യത്തോട് കാണിക്കുന്ന സന്ദേശം എന്താണ്? ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സന്തോഷത്തോടു കൂടി സ്വീകരിച്ച ABVPയുടെ നേതാവിന്റെ ഈ പ്രതികരണം സ്വാഗതം ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയും ഒരുപാട് സന്തോഷങ്ങൾ രാജ്യത്തെ വിദ്യാർത്ഥികൾ ഈ ABVP ഇന്ത്യക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നുള്ളതാണ്. ഇതിപ്പോ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടുന്ന പ്രശ്നമാണ്. രാജ്യത്ത് നിരവധി വിഷയങ്ങൾ രാജ്യത്തെ ജനങ്ങൾ, കർഷകർ, തൊഴിലാളികൾ എല്ലാം നേരിടുന്നുണ്ട്. പിന്നൊന്ന്, ഇവിടെ ഈ മരണപ്പെട്ട ഈ നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാനും ആ വകുപ്പും മരണത്തിലേക്ക് തള്ളി നീക്കിയത് 22 ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ്. അവരെയാണോ, ആ കുടുംബങ്ങളെയാണോ വിഘടനവാദികളെന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്? 22 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാവി ആശങ്കയായി നിൽക്കുന്നത്. അവരെയാണോ വിഘടനവാദികൾ എന്ന് അഭിപ്രായപ്പെടുന്നത്? 16 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് CBSE പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരിതം അനുഭവിച്ചത്. ആ കുടുംബങ്ങളെയാണോ, ആ വിദ്യാർത്ഥികളെയാണോ, ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയവരെയാണോ വിഘടനവാദികളെന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്? ഈ സമരം യഥാർത്ഥത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും ചരിത്രപരമായി വിജയിച്ച ഒരു സമരമാണ്. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. ഇന്ത്യയിലെ ഹിറ്റ്ലറിന് വിദ്യാർത്ഥി സമരത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. ഈ സമരത്തെ ജനാധിപത്യപരമായ നിലയിൽ നടത്തിയ സമരത്തെ എന്താ നല്ല രീതിയിൽ പറയുന്നുണ്ടല്ലോ, വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നിറവേറ്റി, കേട്ടു. ഈ 73 ദിവസം എടുക്കേണ്ടി വന്നു. ഈ ക്രമക്കേട്, പരീക്ഷാ പേപ്പർ, ചോദ്യപേപ്പർ ചോർച്ച ഒരു പ്രശ്നമാണ് എന്ന്
നരേന്ദ്രമോദിക്ക് മനസ്സിലാകാൻ 73 ദിവസം എടുക്കേണ്ടി വന്നു. 73 ദിവസം കഴിയുമ്പോഴാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 20-ാം തീയതി ജൂലൈ 20-ാം തീയതി നടന്ന പോലീസ്, അമിത്ഷാ നിയന്ത്രിക്കുന്ന ഡൽഹി പോലീസിന് നടത്തിയ നരനായിട്ട് നമ്മൾ കണ്ടതാണ്. ഇതാണോ ജനാധിപത്യപരമായ നിലയിൽ വിദ്യാർത്ഥികളെ കേൾക്കുന്ന സർക്കാർ ചെയ്യേണ്ടത്? സമാധാനപരമായി നടത്തിയ സമരം, ആ സമരത്തിനകത്തേക്ക് നരനായാട്ട് വിദ്യാർത്ഥികളെ കൈക്കുഞ്ഞുമായി ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന അമ്മമാരെ, മുതിർന്നവരെ പോലീസ് ചതയ്ക്ക് നമ്മൾ കണ്ടതല്ലേ? ആ സമരത്തെ ഇല്ലാതാക്കാമെന്ന് അവർ കരുതിയോ? പോലീസ് രാത്രി ചാർജ് എടുത്ത് കണ്ണീർ വാതകം നടത്തി എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന മർദ്ദന സംവിധാനങ്ങളെല്ലാം അവിടെ ഉപയോഗിച്ചു. വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകുന്ന അവർ കരുതി. പക്ഷെ അല്ല, വിദ്യാർത്ഥികളുടെ സമരത്തിന് മുന്നിൽ നരേന്ദ്രമോദി ഭയപ്പെട്ടു, കീഴ്പ്പെടേണ്ടി വന്നു. ആ സമരത്തെ ഒരു നിലയിലും 1 ഇഞ്ച് പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ചു. ആ വിജയമാണ്. ആ വിദ്യാർത്ഥി സമരത്തിന് മുന്നിൽ മുട്ടുമടക്കിയതാണ്. അല്ലാതെ രാജിവെക്കാമായിരുന്നെങ്കിൽ ആദ്യ ദിവസം തന്നെ ആവശ്യപ്പെട്ടവർ രാജിവെച്ച് പുറത്തു കൊണ്ട ആളല്ലേ അദ്ദേഹം? അതല്ലല്ലോ ചെയ്തത്. ഇത്രയും വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച് ഈ സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും വിദ്യാർത്ഥികൾ ശക്തമായി മുന്നോട്ട് വന്നു. അതിൽ ഭയപ്പെട്ടാണ് വിദ്യാർത്ഥി സമരത്തിന്റെ മുന്നിൽ മുട്ടുമടക്കിയാണ് ഈ രാജി എന്ന നിലയിലേക്ക്, പുറത്താക്കേണ്ട രാജി എന്ന നിലയിലേക്ക് വന്നത് എന്നുള്ളത്. ഇത് രാജ്യത്തെ ഇന്ത്യൻ ജനതയുടെ വിജയമാണ്, ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ വിജയമാണ്, ഒത്തൊരുമിച്ചുള്ള സമര പോരാട്ടത്തിന്റെ വിജയമാണ്. തീർച്ചയായും. ഞാൻ ആദർശം സജി, ഞാൻ തിരിച്ചെത്താം. ശ്രീ കെ ജെ ജേക്കബ്, അതായത് വെറും 35 ദിവസം, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദ്രുതഗതിയിൽ ഈ സമരത്തിനൊരു പരിഹാരം കാണാൻ മോദി സർക്കാർ ജനാധിപത്യപരമായി ഇടപെട്ടു. ഇത് തങ്ങളുടെ കൂടി വിജയമാണെന്ന് ABVPക്ക് തോന്നുന്നു. ശ്രീ കെ ജെ ജേക്കബ്, അതിൽ തെറ്റുണ്ടോ? ഞാനത് തള്ളിക്കളയല്ല. കാരണം RSS ഈ സർക്കാരിനോട് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു നിലപാട് എടുത്തു തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. ABVP RSSൻ്റെ സംഘടനയാണ്. RSSൻ്റെ നേതാവ് ഇന്ന് രാവിലെ പറഞ്ഞത് ഇങ്ങനെയല്ല ഈ സമരത്തെ നേരിടേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ABVPക്കാരൻ്റെ ജസ്റ്റിഫിക്കേഷൻ ശരിയാണെന്ന് തോന്നുന്നു. പക്ഷേ ശരിക്കും പ്രശ്നം എനിക്ക് മനസ്സിലാകുന്നത് അതല്ല എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഈ സമരക്കാർ അവർ സാധാരണഗതിയിൽ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം, നല്ലോണം കേൾക്കാം. കേൾക്കാമല്ലോ അല്ലേ? സമരക്കാർ അവർ തുടങ്ങിയത് നീറ്റുമായി ബന്ധപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞ് തുടങ്ങിയെങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത് അവർ പ്രധാനമന്ത്രിയെ ഉന്നം വെക്കുന്നതായിട്ടാണ്. അവർക്ക് നല്ല ബോധ്യമുണ്ട്, BJP RSSന് നല്ല ബോധ്യമുണ്ട്, ഈ സമരം ഒരു ഘട്ടം കഴിഞ്ഞാൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നില്ല എന്നുള്ള നിലപാടിലേക്ക് BJPയും ഗവൺമെൻറ്റും എത്തിയാൽ അവരെ സംബന്ധിച്ച്, സമരക്കാരെ സംബന്ധിച്ച് അവർ അതിൻ്റെ അപ്പുറത്തേക്ക് അവർ ടാർഗറ്റ് ചെയ്യും. അവർ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രധാനമന്ത്രിയെ തന്നെയായിരിക്കും. കാരണം ഇതിൻ്റെ അകത്ത് ശ്രീ ആദർശ് പറഞ്ഞതുപോലെ ഇതൊരു സിസ്റ്റമിക് പ്രശ്നമാണ്. നമ്മൾ കാണുന്നത് പോലെ ചെറിയൊരു പ്രശ്നമല്ല. ഈ NTA നമ്മൾ കാണേണ്ട ഒരു കാര്യം, NTA എന്ന് പറയുന്ന ഏജൻസി 65 ലക്ഷം കുട്ടികളാണ് അവർ നടത്തുന്ന പരീക്ഷകൾ ഒരു വർഷം എഴുതുന്നത്. 65 ലക്ഷം കുട്ടികൾ. അങ്ങനെ എഴുതുന്ന സംവിധാനത്തിൽ ഒരൊറ്റ പെർമനൻ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനില്ല. കഴിഞ്ഞ ദിവസം ശ്രീ ഡോക്ടർ V ശിവദാസൻ MP-യുടെ വിവരാവകാശ നിയമപ്രകാരം അദ്ദേഹം പാർലമെൻറ്റിൽ ചോദിച്ച ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടിയാണ്, ഒരൊറ്റ പെർമനൻ്റ് ഉദ്യോഗസ്ഥനില്ലാത്ത ഒരു ഏജൻസി 65 ലക്ഷം കുട്ടികൾ, ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട അക്കാഡമിക് എൻട്രൻസ് എക്സാമിനേഷനുകളും നടത്തുന്ന ഒരു ഏജൻസി, എത്ര കാഷ്വലായിട്ടും ക്രിമിനലുമായിട്ടാണ് ഈ സർക്കാർ ആ ഏജൻസിയെയും ഈ പരീക്ഷകളെയും കണ്ടത് എന്നുള്ളതിൻ്റെ തെളിവാണത്. ഈ കണക്ക് കാണിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി എനിക്ക് തോന്നുന്നു 2 ദിവസത്തിൽ ഒരിക്കലെങ്കിലും വെച്ച് പറയും നമ്മുടെ രാജ്യത്തിൻ്റെ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റിനെ കുറിച്ച്. 50%-ലധികം കുട്ടികൾ, മനുഷ്യർ 30 വയസ്സിൽ താഴെയുള്ളവരായ ഒരു രാജ്യത്തെ കുട്ടികളോട് ഈ സർക്കാർ കാണിച്ച ക്രിമിനലായിട്ടുള്ള നിരുത്തരവാദപരമായ നിലപാടാണ്. ഈ കണക്കുകളടക്കം പിന്നെ നമ്മുടെ നാട്ടിൽ അതിഭീകരമായിട്ട് തൊഴിലില്ലായ്മ, ഈ കുട്ടികൾ കണക്കെടുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ കണക്കെടുക്കാൻ തുടങ്ങിയാൽ ഈ ധർമ്മേന്ദ്ര പ്രധാനിലല്ല അവർ ചെന്ന് നിൽക്കുക എന്ന നല്ല ബോധ്യം അവർക്കുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം പ്രധാനമന്ത്രി സോഷ്യൽ മീഡിയയിൽ കൂടി കുട്ടികളോട് സംസാരിച്ചല്ലോ. അതാണ് അദ്ദേഹം നടത്തിയ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 12 വർഷത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ഏറ്റവും ടാക്റ്റിക്കലായിട്ടുള്ള മിസ്റ്റേക്ക്. അത് വന്നതുകൂടി നരേന്ദ്രമോദിക്കെതിരെയുള്ള
ഈ ജെൻസി പ്രക്ഷോഭകരുടെ ഈ പ്രക്ഷോഭകരുടെ അവർക്ക് മനസ്സിലായി തുടങ്ങി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്കെടുക്കേണ്ടത് പ്രധാന കാര്യം മാത്രമല്ല, നരേന്ദ്രമോദിയിലേക്ക് തന്നെ പോകണം എന്നുള്ളത്. എനിക്ക് എൻ്റെ ഉറച്ച വിശ്വാസം എന്നുള്ളത് ഈ സമരത്തിൻ്റെ ലക്ഷ്യം ധർമ്മേന്ദ്ര പ്രധാനിൽ നിന്നും പ്രധാനമന്ത്രിയിലേക്ക് മാറും എന്ന് കണ്ടപ്പോൾ മാത്രമാണ്. അതല്ലാതെ കുട്ടികളോട് ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യമുള്ളത് കൊണ്ടല്ല. ഒരു ജനാധിപത്യ ഭരണകൂടവും അവരുടെ പൗരന്മാരോട് ചെയ്യാത്ത തരത്തിലുള്ള മര്യാദ കേട്ടാണ് തല്ലി. എന്തുമാത്രം തല്ലാണ് കുട്ടികൾക്കുണ്ടത്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. അവരില്ലേ ഇപ്പോൾ ABVP-കാരൻ പറയുന്നുണ്ട് കുട്ടികളുടെ ആവശ്യം ന്യായമാണെന്നും. ഇങ്ങനെ ന്യായമായിട്ടുള്ള അവകാശമുള്ള സാധാരണ കുട്ടികൾ 16, 17, 18 വയസ്സുള്ള കുട്ടികൾ കരഞ്ഞ് നിലവിളിച്ച് നടക്കുന്ന നമ്മൾ കണ്ടതല്ലേ. എന്നിട്ടാണ് അവർ ഈ കുട്ടികളുടെ ആവശ്യത്തോട് സർക്കാർ താല്പര്യമുണ്ടായിരുന്നത്. ഒന്നുമല്ല, നല്ല പേടി കുടുങ്ങി. നല്ല പേടി. ഇന്ത്യയിലെ ചെറുപ്പക്കാർ വഴിയിലിറങ്ങി നരേന്ദ്രമോദിയുടെ സർക്കാരിനെ ഓഡിറ്റ് ചെയ്യുമെന്നുള്ള ഭയം കുടുങ്ങിയപ്പോഴാണ് തൽക്കാലത്തേക്ക് ഒരു കാലാൾ മാത്രമായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാനെ ബലി കഴിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നരേന്ദ്രമോദി നടത്തുന്നത്. ഇനി ഇവരൊക്കെ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഈ ആദർശിൻ്റെയും അവരുടെ സംഘടനയും ഈ കഴിഞ്ഞ സമരം നടത്തിയ ആൾക്കാരും ഈ ചെറുപ്പക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഈ കോർപ്പറേറ്റ് ഹിന്ദുത്വ ഭരണകൂടത്തെ ഇങ്ങനെ മനുഷ്യരുടെ ജീവിതത്തെ അലമ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സംവിധാനത്തെ നിലനിർത്തണോ വേണ്ടയോ എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. അവരുടെ കയ്യിലേക്ക് ആ തീരുമാനം എത്തും എന്ന് കണ്ടപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി കാണിച്ച ഒരു കുറുക്കുപണി മാത്രമാണ് ധർമ്മേന്ദ്ര പ്രധാൻ. അതല്ലായിരുന്നെങ്കിൽ BJP-യുടെ തന്നെ ഏറ്റവും വലിയ സപ്പോർട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവിടുത്തെ ലോവർ മിഡിൽ ക്ലാസ് മനുഷ്യരാണ്. അവരുടെ ജീവിതത്തെ ഇത്രയധികം അസ്വസ്ഥമാക്കിയ ഒരു പ്രശ്നത്തിൽ ആ മന്ത്രിയോട് മാറി നിൽക്കാൻ എന്നേ പറയേണ്ടതായിരുന്നു. ചെയ്തില്ലല്ലോ. എന്ന് മാത്രമല്ല, ഈ കുട്ടികളെ ഭീകരമായി തല്ലി ഒതുക്കാനാണ് ശ്രമിച്ചത്. എന്താണ് ഇവരൊക്കെ പറഞ്ഞത്? NSA വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമരം ചെയ്യുന്ന ആളുകൾ മുഴുവൻ തിഹാറിലിടുന്നല്ലേ കേരളത്തിൽ പോലും പറഞ്ഞു നടന്നത്. എന്നിട്ട് എന്താ ഈ NSAക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരുന്നത്? അപ്പം ഭയപ്പെട്ടിട്ടാണ് നരേന്ദ്രമോദിയും RSSും BJP-യും ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ മനുഷ്യർ, ചെറുപ്പക്കാർ ഈ സർക്കാരിനെതിരുള്ള ഓഡിറ്റിങ് ഇനിയും തുടരണമെന്നുള്ളതാണ്. ഇവർ പറയട്ടെ എന്തൊക്കെയാണ് ചെയ്തതെന്ന്. കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ ഈ രാജ്യത്തെ അവർ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയെന്ന് അവർ പറയട്ടെ. അതുകൊണ്ട് ഇത് രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമം മാത്രമാണ്. അതല്ലാതെ കുട്ടികളോട് ഏതെങ്കിലും ഇതിൽ താല്പര്യം ഉണ്ടായിട്ട് ചെയ്ത കാര്യമൊന്നുമല്ല. തീർച്ചയായും. ശ്രീ M. ജയചന്ദ്രൻ, യഥാർത്ഥത്തിൽ രക്ഷപ്പെടാൻ വളരെ ശക്തമായ ചില നിരീക്ഷണങ്ങളാണ് ശ്രീ KJ ജേക്കബ് മുമ്പോട്ട് വെച്ചത്. ഒന്ന്, മോദിയിലേക്ക് കൂടി ഇതിൻ്റെ സമരത്തിൻ്റെ മുൾമുനകൾ എത്തുന്നു എന്ന ഭയപ്പാട്. സഖ്യകക്ഷികൾ അടക്കമുള്ളവർക്ക് പോലും BJP-യെ തള്ളിക്കളയേണ്ടി വരുന്നു എന്ന് പറയുന്നൊരു സാഹചര്യം. ഇതിലേക്കൊക്കെ നിദാനമായ മുൻ കർഷക സമരം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഇതിനെ ആദ്യം ദേശദ്രോഹികളെന്ന് വിളിച്ചു, വാഹനം പായിച്ചു കയറ്റി, അങ്ങനെ പല വിധത്തിലും അവരെ ഞെരിച്ചമർത്തി, ഒടുവിൽ അവരുടെ മുമ്പിൽ മുട്ടുകുത്തി. അതിനുശേഷമാണ് ഈ വലിയ ഭൂരിപക്ഷമൊക്കെ പോയി ഇങ്ങനെ തൊട്ടാൽ തൊട്ട് എന്ന രീതിയിലേക്ക് ഭരണത്തിലേക്ക് എത്തുന്നത്. ഈ സമരവും അതുപോലെ ഒരു നാന്ദിയാകുമോ ശ്രീ M. ജയചന്ദ്രൻ? അജിംഷാദെ, ഇത് ഒരു CJP-യുടെ പിന്നിൽ അണിനിരുന്ന കുട്ടികളുടെ സമരവിജയമായിട്ടല്ല കാണേണ്ടത്. മറിച്ച് അവർ നടത്തിയ ഈ 36ാമത്തെ ദിവസം, 30 ദിവസം തുടർച്ചയായിട്ട് നടത്തിയ 36ാമത്തെ ദിവസം അതിജീവിച്ച ഒരു പോരാട്ടത്തിന്റെ ഒരു ഘട്ടം എന്നുള്ള നിലയിലാണ് കാണാൻ കഴിയുന്നത്. ആ ഒരു ഘട്ടം എന്ന് പറയാൻ കാരണം, ഇത് എന്തുകൊണ്ടാണ് കുട്ടികളെ ഇങ്ങനെ അജിറ്റേറ്റഡ് ആക്കിയത് എന്നുള്ളത് വളരെ പ്രകടമാണ്. ഈ 22 ലക്ഷം പേരാണല്ലോ ഇത്തവണ പരീക്ഷ എഴുതിയത്. ഈ പരീക്ഷ എഴുതിയവരിൽ MBBS അഡ്മിഷൻ സ്ട്രൈറ്റ് കിട്ടുന്നത് 58,000 ഗവൺമെന്റ് സീറ്റുകളും എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലയിലായി 52,000 സീറ്റുകളും ഉൾപ്പെടെ 1,10,000 സീറ്റാണ് മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് ഇന്ത്യയിലുള്ളത്. ഓർക്കണം, ഈ വർഷം ഇതുവരെ അതിന്റെ പ്രാഥമിക കാര്യങ്ങൾ പോലും തുടങ്ങിയിട്ടില്ല. സാധാരണഗതിയിൽ എല്ലാ വർഷവും 1ാം വർഷ MBBS പഠനം ആരംഭിക്കുന്നത് ഈ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ്. അപ്പൊ അതിന് തുടക്കം പോലും ആയിട്ടില്ല. പിന്നെ ബാക്കി ഞാനീ പറഞ്ഞ 1-10 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആയുഷ്, BDS-ഉം പിന്നെ ആയുഷ് മേഖലയിലുള്ള ഹോമിയോ, യുനാനി അതുപോലുള്ള സംഗതികളുമാണ്. അതടക്കം വരുന്നത് 2 ലക്ഷം സീറ്റാണ് ടോട്ടൽ ഈ രംഗത്ത്, മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിൽ വരുന്നത്. അപ്പൊ അത്രയ്ക്ക് വാശിയാണ് ആ കുട്ടികൾ വാശിയോടെ സമയം ചെലവിട്ട് കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നാണ് ഈ പരീക്ഷ എഴുതുന്നത്.
അതാണ് അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, ഇത്ര അജിറ്റേറ്റഡ് ആക്കിയതും അതാണ്. അതിനെ സംബന്ധിച്ച് അഡ്രസ് ചെയ്യാൻ ഇതുവരെ വന്നിട്ടില്ല. ഇനി അത് അഡ്രസ് ചെയ്യപ്പെടുമോ എന്ന് പറയാൻ കഴിയില്ല. കാരണം ചൊവ്വാഴ്ചയാണല്ലോ അടുത്ത ഘട്ടം വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജ്യം മാത്രമേ ഇന്നും ഉണ്ടായിട്ടുള്ളൂ. ഇനി 1 കോടി രൂപ വീതം നഷ്ടപരിഹാരത്തിന്റെ പ്രശ്നം, കേസുകൾ പിൻവലിക്കുന്നതിന്റെ പ്രശ്നം, ഇതൊക്കെ ചൊവ്വാഴ്ച അതൊരു തീരുമാനമാക്കാമെന്നാണ് ഇന്ന് JP നഡ്ഡ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞേക്കുന്നത്. അതെന്താവും എന്നുള്ളത് ചൊവ്വാഴ്ച അറിയാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഘട്ടം അവര് കടന്നു പോന്നിട്ടുണ്ട്. ഇപ്പോ താങ്കൾ ചോദിച്ച ഒരു പ്രശ്നമുണ്ടല്ലോ, ഈ കർഷക സമരം. ഇത് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നേരിട്ട് ഇന്ത്യൻ ജനതയിലെ പല വിഭാഗങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. അതിൽ നേരിട്ട് അവരെ അഭിമുഖീകരിച്ച് ജയിക്കുന്ന ആദ്യത്തെ ജനവിഭാഗമല്ല യുവാക്കൾ, യുവതികൾ, വിദ്യാർത്ഥികൾ. ഇതിനു മുൻപ് വിജയിച്ച വിഭാഗമാണ് താങ്കൾ സൂചിപ്പിച്ച കർഷകർ. അവരുടെ സമരം ആകെ നടന്നത് 380 ദിവസമാണ് കർഷകർ 2021 കാലത്ത് സമരം ചെയ്തത്. 703 പേരാണ് ഇന്ത്യൻ കർഷകർ മരിച്ചു വീണത്. ഇവിടെ 22 കുട്ടികളാണ് മരിച്ചു വീണതെങ്കിൽ അന്ന് 703 പേരാണ് ഇന്ത്യൻ കർഷകർ മരിച്ചു വീണത്. പക്ഷെ അവർ വിജയിച്ചിട്ടേ മാറിയുള്ളൂ. അല്ലാതെ ഗോകുൽ ഇവിടെ എന്തെങ്കിലും പറയുന്ന പോലൊന്നും അല്ല. ഗോകുലെ വസ്തുതകൾ ഒന്ന് പഠിച്ചു നോക്കൂ എന്താണെന്നുള്ളത്. 2020-21 കാലത്ത് കർഷകർ ഉന്നയിച്ച സമരത്തിൽ അവരെങ്ങനെയാണ് പിൻവാങ്ങിയത്? നരേന്ദ്രമോദി 3 കരിനിയമങ്ങളും പിൻവലിക്കേണ്ടി വന്നു. എവിടെ? ഇന്ത്യൻ പാർലമെന്റിൽ. ഈ ചരിത്രമല്ലേ? ഈ ചരിത്രത്തെ നിങ്ങൾ ഒരു ചാനൽ ഫ്ലോറിൽ വന്നിരുന്ന് നിഷേധിച്ചാൽ ഇല്ലാതാകുന്നു ചരിത്രം. നിങ്ങളുടെ അതേ പ്രധാനമന്ത്രിയാണ് ഇപ്പോഴും പ്രധാനമന്ത്രിയായി ഇന്ത്യ രാജ്യത്ത് ഇരിക്കുന്നത്. ആ മനുഷ്യനാണ് പാർലമെന്റിൽ പിൻവലിക്കേണ്ടി വന്നത് 3 കാർഷിക കരിനിയമങ്ങൾ. അത് കണ്ടതാണ് ഇന്ത്യ. അതിനുശേഷമാണ് ഇപ്പോൾ ഈ സമരം വരുന്നത്. ഈ സമരത്തിൽ ഈ CJPക്കൊപ്പം ഉണ്ടായിരുന്നത് SFIയും ASFും ഐസയുമായിരുന്നു. പിന്നെ അവർക്ക് പുറമെ ഉണ്ടായിരുന്നത് ട്രേഡ് യൂണിയൻ പ്രവർത്തകരും നേതാക്കന്മാരും. ഇപ്പോ MA ബേബി പോയിരുന്നു, വൃന്ദക്കാരായിട്ട് പോയിരുന്നു, ബിജു കൃഷ്ണൻ പോയിരുന്നു, അശോക് ധാവളെ പോയിരുന്നു, അങ്ങനെയുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ് പോയിരുന്നു, നിരവധി ആൾക്കാർ. അപ്പോൾ അത്തരക്കാരോട്, ഈ കേന്ദ്ര ഭരണകൂട ഭീകരതയോട് നേരിട്ട് അഭിമുഖീകരിക്കുകയാണ് ഈ കുട്ടികൾ ചെയ്തത്. എങ്ങനെയാണ് ആ കുട്ടികൾ ചെയ്തത്? കുട്ടികളുടെ കുടുംബമാണ് അവിടെ ഒന്നിച്ചു നിന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കീഴടങ്ങലിന് തയ്യാറാവേണ്ടി വന്നത്? ഗോകുൽ പറയുന്നത് പോലെയല്ല വസ്തുതകൾ. ഇന്ത്യ മുഴുവൻ പടരുകയാണിത്. ഈ സമരം ഇന്നിപ്പോ രാവിലെ ഹിമാചൽ പ്രദേശിൽ ഐക്യദാർഢ്യ റാലി നടത്തിയല്ലോ. എന്തൊരു പടുകൂറ്റൻ റാലിയായിരുന്നുള്ള താങ്കൾ ഒന്ന് നോക്കൂ, സോഷ്യൽ മീഡിയ കയറി നോക്കൂ. അപ്പൊ അറിയാം എന്താണ് അതിന്റെ ശക്തി എന്നുള്ളത്. അങ്ങനെ ഇനിയിപ്പോ ഞായറാഴ്ച വെച്ചിരുന്നത് ജലന്ധറിൽ, UP ചില കേന്ദ്രങ്ങളിൽ അങ്ങനെ ഇത് പടരാൻ തുടങ്ങുകയാണ്. ഇത് മനസ്സിലാക്കി വ്യക്തമായിട്ടും കേന്ദ്ര ഭരണകക്ഷിയും അവരുടെ അംബ്രല ഓർഗനൈസേഷനായ RSSും അടക്കം അത് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് ഇതിലേക്ക് വരേണ്ടി വന്നത്. നിവൃത്തിയില്ല. നിവൃത്തികെട്ട ഒരു രൂപത്തിലാണ് ഇപ്പൊ ഇതിലേക്ക് എത്തുന്നത്. മറ്റേത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ 380 ദിവസം സമരം ചെയ്യേണ്ടി വന്നെങ്കിൽ ഈ പറഞ്ഞ 703 പേർക്ക് ജീവൻ നൽകേണ്ടി വന്നെങ്കിൽ ഇപ്പോ ഇത്രയും ദിവസം കൊണ്ട് തന്നെ 22 പേരായി. ഇനി എങ്ങോട്ടാണ് ഇത് പോകുന്നത്? തടഞ്ഞു നിർത്താൻ പറ്റാത്ത വിധം രാജ്യവ്യാപകമാകുന്ന ഒരു വൻ പ്രക്ഷോഭത്തിലേക്ക് ഇത് മാറുന്നു എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി നയിക്കുന്ന ഇന്ത്യൻ ഭരണകൂടം അവരുടെ പ്രധാനപ്പെട്ട RSS നേതാവായ, അക്കാലത്ത് തുടക്കകാലത്ത് ബജറംഗ് നേതാവായിരുന്ന ധർമ്മേന്ദ്ര പ്രധാനെ ബലി കൊടുത്തുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു തടിതപ്പൽ രാഷ്ട്രീയം കാണിച്ചു വെച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച അറിയാം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. ഇന്നത്തെ ഇത് വെച്ചൊന്നും ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല ഇവരങ്ങനെ ചെയ്യും എന്നുള്ളത്. അത് ഈ വിദ്യാർത്ഥി സംഘടനകൾക്കൊക്കെ താങ്കളുടേതല്ല കേട്ടോ, ഗോകുലിന്റേതല്ല, ഇവിടെ ആദർശ് ഇരിപ്പുണ്ടല്ലോ, അതടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവർക്കൊക്കെ ഇതിന്റെ ചൊവ്വാഴ്ച ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് സംബന്ധിച്ചൊരു ധാരണയും ആലോചനയൊക്കെ അവർക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും. ശ്രീ ഗോകുൽ കൃഷ്ണൻ, ഇപ്പോൾ മോദി കാണിച്ച ഈ രക്ഷപ്പെടൽ കച്ചിത്തുരുമ്പ് നയം, അതിൻ്റെ പിന്നിലുള്ള പൊളിറ്റിക്സ്, അത് വഴി സാധ്യമാകുന്ന ഒരു രക്ഷപ്പെടൽ, ഇതൊക്കെ രാജ്യത്തിന് ബോധ്യമായിട്ടുണ്ട്. അങ്ങനെ ബോധ്യമാകുമ്പോൾ മോദി ഭരണകൂടത്തെ തന്നെയാണ് അതിൻ്റെ കിരണങ്ങൾ ആക്രമിക്കുന്നത്.
മോദിയെ തന്നെയാണ്, മോദി ഭരണകൂടത്തെയാണ്, സംഘപരിവാറിനെയാണ് അത് ദുർബലപ്പെടുത്തുന്നത്. കാരണം കർഷകരുടെ ഈ വിധത്തിലുള്ള ഒരു സമരമാണ് 400 സീറ്റ് എന്ന നിങ്ങളുടെ സ്വപ്നം പൊലിച്ചു കളഞ്ഞത്. ഇതാ വിദ്യാർത്ഥികൾ 35 ദിനങ്ങൾ കൊണ്ട് നേടിയ ആ നേട്ടം, അത് മോദി സർക്കാരിനെ ഇനിയും വെള്ളം കുടിപ്പിക്കുന്നതിലേക്ക് നയിക്കും എന്നതാണ് ഇവിടെ നിരീക്ഷകർ മുമ്പോട്ട് വെച്ചത്. ജിംഷാദേ, ഞാൻ ഇവരെല്ലാം സംസാരിക്കുന്നത്, ഇപ്പോൾ ആദർശായാലും എം ജയചന്ദ്രനായാലും സംസാരിക്കുന്നത് വളരെ ആദരവോടുകൂടി ഇത് നോക്കിക്കാണുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത്, ഇവരെല്ലാം സംസാരിക്കുന്ന സമയത്ത് ഇന്ന് സന്തോഷത്തിനൊരു വേളയാണെന്നാണ് ഈ വാർത്തകളിലെല്ലാം കണ്ടത്. പക്ഷേ വളരെ നിരാശയോട് കൂടിയിട്ടാണ് ഇവരെല്ലാം സംസാരിക്കുന്നത്. അതിലെ നിരാശ തന്നെയാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത്, ഒന്ന്, ഈ സമരം ഇന്നിങ്ങനെ അവസാനിക്കരുത് എന്നൊരു അജണ്ടമേലായിരുന്നു ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ഇടതുപക്ഷവും മറ്റ് സംഘടനകളും, കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ ഈ CJP സമരത്തിന് വേണ്ടിയിട്ടുള്ള പിന്തുണ കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കാരണം ഇപ്പോൾ കർഷക സമരത്തിൻ്റെ കാര്യം ജയചന്ദ്ര സാറ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, കർഷക സമരം നടന്നു, പിൻവലിക്കേണ്ടി വന്നു. 2021 വീണ്ടും 2024 തെരഞ്ഞെടുപ്പ് നടന്നു. പക്ഷേ ജനങ്ങളാണ്, രാജ്യത്തെ ജനങ്ങളാണ് ഇന്ന് ഭരിക്കുന്ന സർക്കാരിനെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ എവിടെയാണ് മൂക്കുകുത്തിയത്, എവിടെയാണ് വീണുപോയത്? പോട്ടെ, ഇന്നത്തെ സമരം CJP-യുമായി ബന്ധപ്പെട്ട സമരം, ആ സമരം എങ്ങനെയാണ് ഡീൽ ചെയ്തത്? കൃത്യമായി 4 ഘട്ടം അവരോട് ചർച്ച നടത്തി. അതാണ് പറഞ്ഞത്. അല്ല അജിംഷാദെ, ഇവിടെ ഇരിക്കുന്ന പ്രതിനിധി, ഇപ്പോൾ ഞാൻ പറയാം, CPM-ന് എത്ര സീറ്റാണ് കിട്ടിയത്? ഇത്രയും പ്രതിഷേധ പോരാട്ടങ്ങളും ഇത്രയും രാജ്യത്ത് വലിയ സമരങ്ങൾ നയിച്ചുവെന്ന് അവകാശപ്പെടുന്ന CPM-ന് എത്ര സീറ്റാണ് കിട്ടിയത്? അതുകൊണ്ട് സീറ്റല്ല, ഇന്ന് രാജ്യം ഭരിക്കുന്നത് ആരാണ്? ഈ കഴിഞ്ഞ 12 വർഷമായി ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു, ഇന്ന് CJP അത് 4 ഘട്ട ചർച്ച നടത്തി. അവിടെ നിരാഹാരം എന്ന സോനം വാങ്ചുക്കിനെ അദ്ദേഹം തന്നെ തുറന്നു പറയുന്നു, എൻ്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ നേടിയിരിക്കുന്നു, അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയല്ല ആവശ്യപ്പെടുന്നതെന്ന് എടുത്തു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്താണ് ഇവർ ആവശ്യപ്പെടുന്നത്? ഇവരെന്താ സ്വപ്നം കണ്ടത്? ഇവർ നന്ദിഗ്രാമിൽ നടത്തിയതുപോലെ, നന്ദിഗ്രാമിൽ CPM-ന്റെ സർക്കാർ നടത്തിയതുപോലെ തന്നെ ഒരു വെടിവെപ്പ് നടക്കണം, അല്ലെങ്കിൽ ഈ സമരത്തിന് നേരെ അതിക്രമം നടക്കണം, അത് വലിയൊരു കലാപമായി ഈ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരണം, ഈ ഭരണകൂടത്തെ അട്ടിമറിക്കണം. ഇതായിരുന്നു ഈ രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെ സ്വപ്നം, കോൺഗ്രസിന്റെ സ്വപ്നം, സ്വപ്നം. അങ്ങനെ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ആദർശ് അടക്കമുള്ള ആളുകളുടെ അതുകൊണ്ടായിരുന്നു സമാധാനപരമായ പോരാട്ടമായിരുന്നെങ്കിൽ എന്തിനാണ് ഈ വിദ്യാർത്ഥികൾ കല്ലെറിഞ്ഞത്? എന്തിനാണ് ഈ വിദ്യാർത്ഥികൾ വാൾ വീശിയത്? എന്തിനാണ് വിദ്യാർത്ഥികൾ പോലീസ് വാഹനം അടിച്ചു തകർത്തത്? എന്തിനാണ് ആ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള അക്രമ പരിപാടികളുമായിട്ട് അവിടെ വന്നത്? ആ സമയത്ത് നേരിട്ടു ഒരാൾക്ക് പോലും ജീവൻ ഹനിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നേ അജിംഷാദെ മനസ്സിലാക്കണം. അവിടെ ലോ ആൻഡ് ഓർഡർ ഹനിക്കപ്പെടുന്ന സമയത്ത് രാജ്യത്തിന്റെ ഭരണശീല കേന്ദ്രമാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇവിടെ കുട്ടികളുടെ പിൻഭാഗത്തൊക്കെ കുത്തുന്നു. ഇവിടെ അതാണ് പറഞ്ഞത്, ശരീരത്തെ പോലും ലോ ആൻഡ് ഓർഡർ കൺട്രോൾ ചെയ്യേണ്ട രീതിയിലേക്കാണ് പോലീസിന്റെ പെരുമാറ്റം. അങ്ങനെയുള്ള നിരവധി ദൃശ്യങ്ങളുണ്ട്, നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ കാണിച്ചതാണ്. അതുകൊണ്ട് ഞാൻ അജിംഷാദെ, എനിക്ക് ഇവർക്ക് 3 പേർ കൂടെ മറുപടി പറയാനുള്ളത്, ഒരു കാര്യം ചോദിച്ചു, എന്ത് നേട്ടമാണ്, മേന്മയാണ് ഈ 12 വർഷത്തിൽ മുന്നോട്ട് കൊണ്ടുപോയെന്ന് അദ്ദേഹം ചോദിച്ചു. ഈ 12 വർഷത്തിനുള്ളിൽ നിങ്ങൾ കേൾക്കാൻ തയ്യാറാവണം. ഈ 12 വർഷത്തിനുള്ളിൽ ഇവിടെ നീറ്റ് എക്സാം എഴുതാൻ 2 ഭാഷകളിലേ കഴിയുമായിരുന്നുള്ളൂ. ആ 2 ഭാഷകൾ, ഇംഗ്ലീഷും ഹിന്ദിയും അല്ലാതെ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ 12 വർഷം കൊണ്ട് 13 ഭാഷകളിൽ, മലയാളം അടക്കം 13 ഭാഷകളിൽ ഈ നീറ്റ് എക്സാം, ഓൾ ഇന്ത്യ എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം, സംവിധാനം ഒരുക്കി ഈ സർക്കാർ. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം 2024 കാലം ഈ ഭരിച്ച സർക്കാരുകൾ, കോൺഗ്രസിന്റെ കാലത്ത് എത്രയോ പരീക്ഷ പേപ്പറുകൾ ചോർന്നിട്ടുണ്ട്, അതിനെതിരെ നടപടി എടുത്തിട്ടുണ്ടോ നിങ്ങൾ? പിന്നെ ഈ ധർമ്മേന്ദ്ര പ്രധാൻ NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെന്റ് ചെയ്തതിൽ ഏറ്റവും വലിയ തലച്ചോറായിരുന്നു ഈ ധർമ്മേന്ദ്ര പ്രധാനെന്നേ. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ ആദർശ് പഠിക്കുന്ന ക്യാമ്പസ് ജൻഹിത് കോളേജ്, ആ കോളേജ് പോലും NEPക്ക് കീഴിലാണ് ആ കോളേജ് പോലും വർക്ക് ചെയ്യുന്നതെന്നേ. അവിടെ സ്വന്തം പഠിക്കുന്ന ക്യാമ്പസിൽ പോലും SFIക്ക് NEPക്കെതിരെ സമര പോരാട്ടങ്ങളുമായിട്ട് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത്, കേരളത്തിൽ PMശ്രീക്കെതിരെ സ്വന്തം ഗവൺമെന്റിനെ കൊണ്ട് പോലും ആ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ വേണ്ടി, അല്ലെങ്കിൽ ഒപ്പിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ SFI എന്ന് പറയുന്ന സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടോ. ആ SFI ആണ് ഇന്ന് വന്നിട്ട് വല്ല തരത്തിലും വിദ്യാർത്ഥികൾ സംഘടിച്ച് CJP എന്ന പേരിൽ, പാറ്റാക്കൂട്ടം എന്ന പേരിൽ അവർ നടത്തിയ സമരത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി വരുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അവർ നിരാശരാണെന്നേ. അവർ ചിന്തിച്ച ഒരു അങ്ങനെയുള്ള പാർട്ടികളും ഒക്കെ ചേർന്ന് അവരുടെ സമരത്തെ വലിയ രീതിയിൽ വികസിപ്പിച്ചാണ് കൊണ്ടുപോകുന്നത്. ഇതിനകത്ത് ദേശവിരുദ്ധ എലമെന്റ് കൂടിയുണ്ട് എന്നൊക്കെയായിരുന്നല്ലോ ഗോകുൽ പറഞ്ഞത്. ഇപ്പോ ആദർശ് പറയൂ.
നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യത്ത് ഞങ്ങൾ പഠിക്കരുതെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇവിടെ BJP-ക്കാർ മാത്രം പഠിച്ചാൽ മതി എന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. ഈ നരേന്ദ്രമോദിയുടെ രാജ്യത്ത് ഇത് BJP-ക്ക് തീരടി തന്ന രാജ്യമല്ല. ഇവിടെ ജനങ്ങള് ഈ കഴിഞ്ഞ 12 വർഷത്തെ നേട്ടം ഇവിടെ പറഞ്ഞല്ലോ. ഈ സമരത്തെ പിന്തുണച്ച കലാകാരിയുമായ രഞ്ജിനി ഹരിദാസ് ഉണ്ട് നമ്മോടൊപ്പം. ഇപ്പോൾ പെട്ടെന്ന് അവർക്ക് ചില തൊഴിൽ സംബന്ധമായ തിരക്കുള്ളത് കൊണ്ട് ഒന്ന് പ്രതികരിക്കാനായി എത്തിയതാണ്. ശ്രീ രഞ്ജിനി ഹരിദാസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം ഇവിടെ സമരക്കാർക്ക് പിന്തുണ നൽകിയ വ്യക്തികളിൽ സാംസ്കാരിക നായകരുണ്ട്, കലാപ്രവർത്തകരുണ്ട്. അതിലൊരാളായിരുന്നു രഞ്ജിനി. ഇപ്പോൾ എന്ത് തോന്നുന്നു? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അതായിരുന്നു തുടക്കം മുതൽ നമ്മുടെ ഈ പ്രൊട്ടസ്റ്റിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഡിമാൻഡ്. ഇത്രയധികം ആഴ്ചകൾ അവരവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തു. 35-40 ദിവസത്തിനടുത്ത് പ്രൊട്ടസ്റ്റ് നടത്തി. ഒരിക്കൽ പോലും ഒരു സംവാദത്തിന് വേണ്ടി തയ്യാറായില്ല ആ ഗവൺമെന്റ്. എന്നിട്ട് ഫൈനലി അവർ പിൻവാങ്ങില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ മുട്ടുകുത്തേണ്ടി വന്നു. ഇത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ യുവജനത്തിന്റെ ഒരു വിജയം തന്നെയാണ്. ഈ ഒരു വിജയത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും നമ്മുടെ ഒരു ചാൻസ് ഉണ്ട് നമുക്ക് നമ്മുടെ ജനാധിപത്യം മെയിൻറ്റെയിൻ ചെയ്യാൻ. അതിന് നമ്മളെ മുന്നിൽ നിന്നും ലീഡ് ചെയ്യേണ്ടത് നമ്മുടെ യുവജനത തന്നെയാണ്. പക്ഷേ വലിയ രീതിയിൽ അത് അടിച്ചമർത്താൻ ഇവർ ശ്രമിച്ചു. ഞാൻ നേരിട്ട് കണ്ടതാണ് എത്ര മൃഗീയമായാണ് അവരിതിനെ അണച്ചു കളയാൻ നോക്കിയത്. പക്ഷെ ഈ കുട്ടികൾ അടികൊണ്ടും ഇടികൊണ്ടും ചവിട്ടുകൊണ്ടും കുത്തുകൊണ്ടും ഒക്കെ വീണ്ടും തിരിച്ചു വന്ന അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. അവർക്ക് വേണ്ടത് ധർമ്മേന്ദ്ര പ്രധാന്റെ റെസിഗ്നേഷൻ ആയിരുന്നു. അതുപോലെ 2 മറ്റ് ഡിമാൻഡ്സും ഉണ്ടായിരുന്നു. അതെല്ലാം നേടിയെടുത്ത് നമ്മളെ കാണിച്ചു തന്നു ഇങ്ങനെയാണ് ഒരു ജനാധിപത്യത്തിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടേണ്ടതെന്ന്. തീർച്ചയായിട്ടും അഭിമാനിക്കാം. എനിക്കൊരു പേഴ്സണൽ വിക്ടറി ആയിട്ട് തന്നെ തോന്നുന്നു. ബിക്കോസ് അത്രയധികം ഞാൻ മാനസികമായി കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇത് ഫോളോ ചെയ്തത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാ വ്യക്തിയുടെയും ഫൗണ്ടേഷൻ ആണ്. പക്ഷേ ഇത് എഡ്യൂക്കേഷന്റെ കാര്യം മാത്രമല്ല, ഇതൊരു ഹ്യൂമാനിറ്റേറിയൻ കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മളുടെ ഗവൺമെന്റിനെ നമുക്ക് എല്ലാവർക്കും ചോദ്യം ചെയ്യാം. ഉത്തരവാദിത്തമായുള്ള ആൾക്കാരെ മാത്രം ആ ഒരു പൊസിഷനിൽ നമ്മൾ എത്തിക്കാൻ പാടും. ആൻഡ് ഒരു കാര്യം എനിക്ക് എല്ലായിടത്തും ഇനി പറയേണ്ടത് ഈ യുവജനങ്ങളോടാണ്, നിങ്ങൾ വോട്ട് ചെയ്യണം. നിങ്ങൾ വോട്ടേഴ്സ് ID എടുക്കണം. 18 വയസ്സ് എപ്പോഴാണോ നിങ്ങൾക്ക് ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടുക അപ്പം മുതൽ എല്ലായിടത്തും പോയി വോട്ട് ചെയ്യുക. ബിക്കോസ് ആ ഒരു അടിസ്ഥാനത്തിൽ ഈ രാജ്യം ഭരിക്കുന്ന ആൾക്കാർ ആരാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ബിക്കോസ് നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ ഒരു മെജോറിറ്റി എന്ന് മനസ്സിലാക്കണം. ആ മെജോറിറ്റിയുടെ ശക്തിയാണ് ജന്തർ മന്ദറിലും ഇന്ത്യയിലും മൊത്തം നമ്മൾ കണ്ടത്. അതിന്റെ ഒരു വിജയമാണ് നമ്മൾ എല്ലാവരും കണ്ടത്. സോ ഐ സല്യൂട്ട് the youngsters of the country and I am so proud of them. വന്ദേ മാതരം. ജയ് ഹിന്ദ്. ഒരൊറ്റ ചെറിയ കാര്യം കൂടി രഞ്ജിനി ഹരിദാസ്, അതായത് ഇത് വിക്ടറിയാണ്, വിജയമാണ്, ശരിയാണ്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ അടക്കം ലാത്തി കൊണ്ട് അശ്ലീല ഭാവത്തിൽ പെൺകുഞ്ഞുങ്ങളെ അടക്കം കുത്തിയ ആ അക്രമങ്ങൾ, അത് ആ നോവൽ നാടിൻ്റേത് മാറുമോ? നോവല് മാറില്ല. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ സമയത്തും വീണ്ടും ഉയർത്തെണീക്കാൻ പറ്റണം. അത് പ്രചോദനമായി എടുത്ത് അത് മുന്നേറാൻ വേണ്ടി ഒരു ശക്തിയായി നമ്മൾ ഉപയോഗിക്കണമെന്നേ ഞാൻ പറയുന്നു. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും നമുക്ക് നോവൽ ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ നമ്മളുടെ ഹൃദയത്തിലെ ആ ഒരു സ്പിരിറ്റ് ആളി കത്തിക്കണം. എന്തായാലും ഈ ഒരു കാര്യം നടന്നത് നന്നായിന്നേ ഞാൻ പറയുള്ളൂ. ഉറങ്ങിക്കിടന്ന ഇന്ത്യ ഭാരതത്തിനെ ഉണർത്തിയതാണ് ഈ കൊച്ചുങ്ങളുടെ ഈ ഒരു പ്രൊട്ടസ്റ്റ്. നമ്മൾ ശരിക്കും ഗിവപ്പ് ചെയ്തിരുന്ന ഒരു സമൂഹമായിട്ട്, നമ്മൾ പ്രതികരിക്കൽ നിർത്തിയൊരു സമൂഹമായി, മാധ്യമങ്ങളൊക്കെ അവരുടെ ഒരു പെയ്ഡ് മീഡിയ ആയി മാറി. നമ്മൾ കണ്ടതാണ്, നാഷണൽ മീഡിയ ഒന്നും റിപ്പോർട്ടേ ചെയ്തിട്ടില്ല. ഈ കൊച്ചുങ്ങൾ തെളിയിച്ചു, നിങ്ങളെ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങളുടെ കയ്യിൽ കൂട്ടായ്മയുണ്ട്, ശക്തിയുണ്ട്, ഈ ന്യൂസ് ലോകത്തെ എല്ലാ അക്സസും എത്തിക്കാൻ. അതുകൊണ്ടാണ് ഇത് റെവല്യൂഷണറി മൂവ്മെന്റ് ആയി മാറുന്നത്. ഈ കുട്ടികൾ അവരുടെ ബ്രേവറി, അവരുടെ സ്പിരിറ്റ്, അവരുടെ നോളജ്, അവരുടെ സിൻസിയറിറ്റി, അവരുടെ ഓണസ്റ്റി, അതെല്ലാം നമ്മൾ കണ്ട് ശരിക്കും നമ്മൾ കുറെ പഠിക്കാൻ ഇവരിൽ നിന്നും. സോ നമ്മൾ അതിൽ നിന്നും ഒരു പ്രചോദനം എടുത്ത് ലെറ്റ് ഇറ്റ് ലൈറ്റ് ദ ഫയർ ഇൻ അവർ ഹാർട്ട് ആൻഡ് സെറ്റ് ഇറ്റ് അബ്ലേസ് സോ വി ക്യാൻ കണ്ടിന്യൂ ദിസ് ഫൈറ്റ്. ആൻഡ് ഇനി നമ്മൾ എല്ലാവരും അതിന്റെ കൂടെ അങ്ങ് ഒത്തുചേർന്ന് ഒറ്റക്കെട്ടായിട്ട് ചെയ്യണം. അവർ അതിലൊരു തുടക്കം കുറിച്ച് വന്നിരിക്കുകയാണ് നമുക്ക്. ആൻഡ് തീർച്ചയായിട്ടും എനിക്ക് നല്ല വലിയ രീതിയിൽ ഹോപ്പ് ഉണ്ട്, ഇന്നും ഹോപ്പ് ഉണ്ട്. ഈ ഇസ്തിഫ റെസിഗ്നേഷൻ വന്നപ്പം ഒരു ആശ്വാസമായി. ബിക്കോസ് വി ഹാവ് എ ചാൻസ്, വി ക്യാൻ ഗെറ്റ് ഇറ്റ് ബാക്ക്. യു നോ വാട്ട് ഐ മീൻ? ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. അതാണ് ഞാൻ ആദർശിലേക്ക് വരുന്നതിന് മുമ്പ് ഗോകുൽകൃഷ്ണൻ, ഇതാണ് രാജ്യത്തെ നിങ്ങൾ എഴുതിത്തള്ളാൻ ശ്രമിച്ച ജൻസികളുടെ ശക്തി. ആ ശക്തി സാംസ്കാരിക ലോകം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പോലും സ്വീകരിച്ചിരിക്കുന്നു. സടകുടഞ്ഞെഴുന്നേറ്റു ഇന്ത്യൻ യുവത, വിദ്യാർത്ഥികൾ. അതാണ് സാംസ്കാരിക നായകർ പോലും, നടിമാർ പോലും, കലാകാരികൾ പോലും ഇത്തരത്തിലേക്ക് പ്രതികരിക്കുന്നതിലേക്ക് എത്തുന്നത്. ഗോകുൽകൃഷ്ണൻ കാണുന്നുണ്ടോ ഇതൊക്കെ?
അല്ല, ഇതെല്ലാം കാണുന്നുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ വാർത്തകളിലെ ചില പ്രത്യേക താല്പര്യങ്ങൾ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വളരെ സ്വാഗതാർഹമാണ് രഞ്ജിനി പോലെ ഈ കലാ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന ആളുകൾ ഈ രാജ്യത്തെ ഒരു പൊതു കോസിന് വേണ്ടിയിട്ട്, അത് എന്തോ ആയിക്കോട്ടെ, അതിനു വേണ്ടിയിട്ട് ഈ നിരത്തിലിറങ്ങുക, പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ ഇറങ്ങുക, പ്രത്യക്ഷമായിട്ടുള്ള പ്രതിഷേധത്തിൽ ഇറങ്ങുക എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ്. പക്ഷേ അതിലൊരു കാര്യം, ഇപ്പോൾ കേരളത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഈ ഗവൺമെൻറ്റിനെ അനുകൂലിച്ച് ഒരാൾ പോസ്റ്റ് ചെയ്താൽ, അഭിപ്രായം പറഞ്ഞാൽ അവരെ എന്താ സൈബർ ബുള്ളിങ്ങിന് അടിപ്പെടുത്തുക, മറിച്ച് ഇതിനെതിരെ, സർക്കാരിനെതിരെ ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞുകൊണ്ട് വളരെ വലിയ തരത്തിലുള്ള വാഗ്വാദങ്ങളുമായിട്ട് വരുന്നൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. പിന്നെ രഞ്ജിന ഹരിദാസ്, വിസ്മയ മോഹൻലാൽ ഒരു വിഷയത്തിലും ഇതുവരെ ഇടപെടാതെ അവർ വളരെ നിഷ്പക്ഷമായി ഒന്ന് പ്രതികരിച്ചു. അതിന് വിസ്മയക്ക് നേരിടേണ്ടി വന്ന ഈ സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന ഈ പരിപാടി അത് ആരിൽ നിന്നായിരുന്നു? ഗോകുൽ കൃഷ്ണ. അതുകൊണ്ട് അതൊന്നും പറയണ്ട, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ തിരിച്ചെത്താം. ഞാൻ താങ്കൾക്ക് രഞ്ജിനി ഹരിദാസിനെ പോലെ ഒരു വ്യക്തിത്വം പ്രതികരിച്ചതിലേക്കുള്ള ഒരു താങ്കളുടെ പ്രതികരണം പേർലിമാനിക്കെതിരെ വിമർശനവും, അതെങ്ങനെയാണ് ശരിയാണ്? ഇത് രണ്ടും അവിടെയാണ് വ്യത്യാസം വരുന്നത്. പിന്നെ സൽമാൻ ഖാൻ അടക്കം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സ്വാഗതാർഹമായിട്ടുള്ള നിലപാടിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കലാ സാംസ്കാരിക രംഗം മുഴുവനായി ഒരു പ്രൊട്ടസ്റ്റിന് വേണ്ടി തീരെഴുതി കൊടുത്തു എന്ന തരത്തിലേക്ക് സംസാരിക്കുന്നതിൽ ഔചിത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടെ രഞ്ജിനി ഹരിദാസിനോട്, രഞ്ജിനി ഹരിദാസ് ഇപ്പോൾ പറഞ്ഞു എല്ലാവരും വോട്ട് ചെയ്യണമെന്ന തരത്തിലേക്കൊക്കെ. ശ്രീ ആദർശ്, ഈ സമരം, ഇതിന്റെ അനുരണനങ്ങൾ ഏതൊക്കെ തലങ്ങളിലേക്കാണ്? സൈബർ ബുള്ളിങ്ങിനെ എല്ലാം പറ്റി പറയുന്നുണ്ടല്ലോ. ഇവിടെ സൈബർ ബുള്ളിങ്ങിന്റെ എല്ലാം കാര്യം പറഞ്ഞല്ലോ. ഇവിടെ പറഞ്ഞത് ടൊവിനോയുടെ വീട്ടിലേക്ക്, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന നടനാണ്, ടൊവിനോയുടെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്തുന്നു. ഇതിന് പിന്തുണച്ച ഇവർക്കെതിരെ സൈബർ ബുള്ളിങ് അറ്റാക്ക് നടത്തുന്നു. എന്ത് രസകരമായിട്ടാണ് ഇതിനെല്ലാം ന്യായീകരിക്കാനുള്ള ശ്രമം ഇവിടെ നടക്കുന്നത്. ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന, അത് ആദർശ് പറയട്ടെ, താങ്കൾ നിങ്ങൾ ഇത് കാണാത്തത് കൊണ്ടാണ്. ഇതൊരു അധിക്ഷേപമായി നിങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ല. ഈ അധിക്ഷേപങ്ങളിലൂടെ നടക്കുമ്പോഴും അത് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് നിങ്ങളുടെ ഒരു പ്രശ്നം. അത് നിങ്ങൾ തിരുത്തുക എന്നുള്ളതേ ഉള്ളൂ. ഒന്ന്, ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒരു സമരമല്ല. ഇത് രാജ്യവ്യാപകമായി ഇതിന്റെ തുടർച്ചകൾ ഉണ്ടാകും. കാരണം എന്താ? കഴിഞ്ഞ 12 വർഷത്തെ നേട്ടങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 12 വർഷം മോദിയുടെ ഭരണം, എത്ര സ്കൂളുകളാണ് ഇന്ത്യയിൽ പൂട്ടപ്പെട്ടു? 1,20,000 സർക്കാർ സ്കൂളുകൾ പൂട്ടപ്പെട്ടു. ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകൾ പൂട്ടപ്പെട്ട സംസ്ഥാനം ഏതാ? അത് ഉത്തർപ്രദേശ്. നേരത്തെ ഒരു സംസ്ഥാനത്തിന്റെ പേര് പറഞ്ഞില്ല. അവിടെ SFI സമരത്തില, ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് SFI അവിടെ സമരത്തിലാവും. നിങ്ങളുടെ ഉത്തർപ്രദേശിൽ, നിങ്ങളെ യോഗി ആദിത്യനാഥ് ഭരണം നടത്തുന്ന ഉത്തർപ്രദേശിൽ, ഏറ്റവും സ്കൂൾ പൂട്ടിയ മധ്യപ്രദേശ്, അവിടെ കൺവെൻഷൻ നടത്തി 1000 വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചിട്ട് അവിടെയും സമരത്തിലെ SFI. നിങ്ങളപ്പോ ആ നിലയിൽ അവതരിപ്പിക്കുമ്പോൾ ആ യാഥാർത്ഥ്യം കൂടെ മനസ്സിലാക്കണം. മറ്റൊന്ന്, ഈ കഴിഞ്ഞ 10 വർഷത്തെ ഈ NTA 2018 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വന്നത് 2018. 2018 മുതൽ 2026 വരെ 89-ലധികം പേപ്പർ ലീക്കുകൾ ഉണ്ടായി. 40-ലധികം പുനർപരീക്ഷകൾ നടത്തി. അത് ഒരു പരാജയപ്പെട്ട ഏജൻസിയായി മാറി. അപ്പോ ഈ നിലവിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഞങ്ങൾ മുന്നോട്ട് വെച്ചൊരു ആവശ്യമാണ്. അതിൽ ഞങ്ങളുടെ സമരത്തിന്റെ ഭാഗമായി, രാജ്യത്തെ വിദ്യാർത്ഥികളുടെ സമരത്തിന്റെ ഭാഗമായി മുട്ടുമടക്കേണ്ടി വന്നു. അതോടൊപ്പം അവസാനിക്കപ്പെടുന്ന ഒരു സമരം കൂടിയല്ല ഇത് രാജ്യവ്യാപകമായി തുടരുന്ന ഒരു സമരം കൂടിയാണ്. എന്താ നാഷണൽ, നിങ്ങൾ എത്ര ബില്ല് അവതരിപ്പിച്ചോ എന്നതിലല്ല കാര്യം. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ കെ ജെ കൂടെ പറഞ്ഞു, 29 പേരെ ഡെപ്യൂട്ടേഷൻ വെച്ച്, 29 പേർ മാത്രം. അത് ഡെപ്യൂട്ടേഷൻ എന്നുള്ളൊരു ഏജൻസിയാണ്. ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷകൾ, ഗവേഷക ഫെലോഷിപ്പ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നെറ്റ് പരീക്ഷകൾ, അതോടൊപ്പം തന്നെ CUT എൻട്രൻസ് പരീക്ഷകൾ, നീറ്റ് പരീക്ഷകൾ, നെറ്റ് പരീക്ഷകൾ ഉൾപ്പെടെ നടത്തുന്നത് 29 പേർ മാത്രമുള്ള ഡെപ്യൂട്ടേഷനുള്ള ഒരു ഏജൻസി. അത് ആദ്യം അവസാനിപ്പിക്കട്ടെ. എന്താ? ആ ഏജൻസി പിരിച്ചുവിടാൻ തയ്യാറാകണം. ആ ഏജൻസി എപ്പോഴൊക്കെയാണോ പരീക്ഷ നടത്തിയത്, ആ നടത്തിയ പരീക്ഷകളുടെ ഇരട്ടോളം തന്നെ പരീക്ഷാ ചോദ്യ പേപ്പർ ചോർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇൻകപ്പാസിറ്റി ഉള്ള ഒരു സംവിധാനമാണത്. അത് പിരിച്ചുവിടും. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളാകുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചത് തീവ്രവാദികൾ, വിഘടനവാദികൾ എന്നൊക്കെ പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്ന ശൈലി ഉണ്ടല്ലോ, അത് നിങ്ങൾ തിരുത്താൻ വേണ്ടി. ഈ രാജ്യത്തെ വിദ്യാർത്ഥികളാകുവാൻ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കിയ വ്യക്തിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. എന്താ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി? എന്ത് മുന്നേറ്റമാണ് രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനം പോയിട്ട് വന്നതെന്ന് പരിശോധിക്ക്. ഇത്രയും സർക്കാർ സ്കൂൾ പൂട്ടുന്നതാണോ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി?
ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞില്ല. രാജ്യത്ത് 6 ലക്ഷത്തിലധികം വരുന്ന സർക്കാർ സ്കൂളിൽ ഇന്ന് ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് ഇല്ല. 22ഓളം വരുന്ന വിദ്യാർത്ഥികളെ ആത്മഹത്യയിലേക്ക് തള്ളി നീക്കിയതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പ്രതിഫലനം. 22 ലക്ഷം വിദ്യാർത്ഥികളെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആപത്തിലേക്ക് തള്ളി നീക്കിയതാണോ ഈ നാഷണൽ എഡ്യൂക്കേഷന്റെ പ്രത്യേകത? ഇതാ ഒഡീഷയില് കുറച്ച് നാളുകൾ മുമ്പാണ് ഈ ധർമ്മേന്ദ്ര പ്രധാൻ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സംസ്ഥാനമാണല്ലോ ഒഡീഷ. 1700 മിസ്റ്റേക്കുകളാണ് പാഠപുസ്തകങ്ങളിൽ വന്നത്. 800 മിസ്റ്റേക്കുകൾ 8ാം ക്ലാസ് പാഠഭാഗങ്ങൾ 800 മിസ്റ്റേക്കുകൾ. അവിടുത്തെ കുട്ടികളടുത്ത് ആരാണ് ആദ്യ വിമാനം പറത്തിയതെന്ന് ചോദിച്ചാൽ അത് എയിൻസ്റ്റീൻ എന്നാണ് ആ പുസ്തകത്തിൽ അച്ചടിച്ച് വെച്ചേക്കുന്നത്. അപ്പൊ ഇതാണോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി? ഇത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ല, നാഷണൽ എക്സ്ക്ലൂഷൻ പോളിസി 2020 കഴിഞ്ഞ 4-5 വർഷങ്ങളായി നിങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ നിന്ന് പുറന്തള്ളുകയാണ്. കേന്ദ്ര സർവകലാശാല എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല IIT ഉൾപ്പെടെ സ്ഥിര നിയമനം ഇല്ല. നിങ്ങൾ പരിശോധിക്ക്. നിങ്ങളുടെ മന്ത്രിയോട് തന്നെ നമ്മുടെ MP-മാർ ചോദിച്ച ഉത്തരത്തിന് കൊടുത്ത മറുപടിയാണ് അതൊക്കെ. ഇതാണോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ല ഇത്, നാഷണൽ എക്സ്ക്ലൂഷൻ പോളിസി. രാജ്യത്തെ വിദ്യാർത്ഥികളെ പഠന സംവിധാനത്തെ പുറത്താക്കുന്നതിനുള്ള പോളിസി. തീർച്ചയായും. കാരണം 90,000-ഓളം പൊതുവിദ്യാലയങ്ങളാണ് രാജ്യത്ത് അടച്ചുപൂട്ടിയത്. അതാണ് ഒരു വിദ്യാഭ്യാസ നേട്ടമായി പറയുന്നത്. മാത്രമല്ല, നേരത്തെ 2014 മുതലുള്ള നേട്ടം പറഞ്ഞു. 60 രൂപയ്ക്ക് 55 രൂപയ്ക്കൊക്കെ ലാഭകരമായി വാങ്ങാവുന്ന പെട്രോള് 107-108 രൂപയ്ക്ക് വാങ്ങി അടിക്കേണ്ടി വരുന്ന ഹതഭാഗ്യന്മാരായ കോടിക്കണക്കിന് പൗരന്മാരോടാണ് ഈ നേട്ടം പറയുന്നത്. ശരി, ഞാൻ ശ്രീ എത്തനോളാണ്. അതെ KJ ജേക്കബിലേക്ക്. ശ്രീ KJ ജേക്കബ്, ഇപ്പോൾ പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി വരും. പക്ഷെ നയങ്ങൾ മാറുന്നില്ലല്ലോ, സമീപനങ്ങൾ മാറുന്നില്ലല്ലോ. ഇവിടെ സൂചിപ്പിച്ചതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ ABVP വലിയ അവകാശവാദമൊക്കെ ഉന്നയിച്ച് ഇതിൻ്റെയോടൊപ്പം സഞ്ചരിക്കാനൊക്കെ ശ്രമിക്കുന്നു. ഈ NTA വരുത്തിയ വീഴ്ച, ഈ ചോദ്യപേപ്പർ ചോർച്ച, ഈ NTA കണ്ടെത്തി രാജ്യത്തെ അറിയിക്കുകയായിരുന്നില്ല ചെയ്തത്. നമ്മുടെ കുട്ടികളെ കൊണ്ട് ഫുൾ കൈ ഷർട്ട് ഇടരുത്, തൊപ്പി വെക്കരുത്, പൊട്ടുകുത്തരുത്, ഇതൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ ട്രോമയിലാക്കി പരീക്ഷയിലേക്ക് കയറ്റിയിട്ട് ഇതേ NTA ഉള്ളിൽ നിന്ന് ഈ സംഭവങ്ങളൊക്കെ ചോർന്നു പോകുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം ഈ കുട്ടികൾ തന്നെ വഹിക്കണം അത്രേ. ഇതായിരുന്നു അവിടുത്തെ. ഈ ചോർച്ച പോലും കണ്ടെത്തിയത് NTA അല്ല, പുറത്തുനിന്ന് വളരെ അബദ്ധത്തിലുണ്ടായ ഒരു സാധ്യതയിൽ മാത്രമാണ് ഇത് പുറത്തേക്കെത്തിയത്. ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഡിസർവ് ചെയ്യാത്തവർ, ഇത് അർഹിക്കാത്തവരൊക്കെ ഇതിനകത്തേക്ക് കടന്നു കയറി ഇതൊരു വലിയ അഴിമതിയായി തുടർന്നു പോകുമായിരുന്നു. ഇവരുടെ സർക്കാർ സംവിധാനമൊക്കെ ആ നീറ്റ് നടത്തി വലിയ രീതിയിൽ നല്ല പരീക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ 2 കൈയും പൊക്കിയനെ അല്ലേ ശ്രീ KJ ജേക്കബ്? ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നം, ഈ നമ്മൾ ഇപ്പം ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യം എന്തിനാണ് ആവശ്യപ്പെടുന്നത്? ഇന്ത്യയിൽ ഇതാദ്യമായിട്ടല്ലല്ലോ ഈ പേപ്പർ ചോർച്ച, ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകുന്നത് എന്ന് RSS, BJPയും ABVPക്കാരും അടക്കം നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നൊരു ചോദ്യമാണ്. അതിൻ്റെ അകത്തൊരു വ്യത്യാസം ഗോകുൽ ഞാൻ കണ്ടത്, അതായത് നമ്മൾ ഇതിനു മുമ്പുണ്ടായിരുന്ന ചോദ്യപേപ്പർ ചോർച്ചകളുടെ ഒരു പ്രത്യേകത എന്നുള്ളത്, ഇപ്പം 2024 ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായി. എങ്ങനെയാണ് അതുണ്ടായത്? അതുണ്ടായത് ഈ ചോദ്യപേപ്പർ സൂക്ഷിച്ച ഒരു ബാങ്കിൻ്റെ ലോക്കറിൽ നിന്ന് ഈ തട്ടിപ്പുകാരായ മനുഷ്യർ പിന്നെ ആ ചോദ്യപേപ്പർ അവിടുന്ന് ചോർത്തിയെടുത്ത് അവരത് വിറ്റ് പൈസ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇപ്രാവശ്യം പക്ഷേ എന്താ ചെയ്തത്? ഈ ചോദ്യപേപ്പർ ഉണ്ടാക്കുന്ന ആളുകൾ ആ ചോദ്യപേപ്പർ വിറ്റ് കളഞ്ഞു. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് ഇത്ര വ്യാപകമാവുകയും നിങ്ങൾക്ക് ഈ പരീക്ഷ റദ്ദാക്കുകയും ചെയ്യേണ്ടി വന്നത്. എത്ര കെയർലെസ് ആയിട്ട്, എത്ര ക്രൂരമായിട്ടാണ് നിങ്ങളുടെ മന്ത്രി ആ വിഷയം കൈകാര്യം ചെയ്തതെന്നുള്ളതാണ് പ്രശ്നം. പറയൂ. അല്ല, ഒരു ഫാക്ച്വൽ എറർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ. ഗൂഗിൾ എന്തെങ്കിലും ഫാക്ച്വൽ എറർ കാണിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഈ നീറ്റ് UGയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചോദ്യപേപ്പർ ചോർന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ 13 ഭാഷകളിൽ പരീക്ഷ എഴുതാനുള്ള സൗകര്യം ഈ സർക്കാർ വന്നതിന് ശേഷം സ്ഥിരം നമ്പറാണ് ഗൂഗിൾ അവിടെ വെയിറ്റ് ചെയ്യൂ പ്ലീസ്. സ്റ്റേറ്റ്മെന്റ് അല്ല ഞാൻ പറഞ്ഞത് ഇപ്രാവശ്യം നടന്നത്, അതായത് ഈ താൽക്കാലിക ഒരു ഉദ്യോഗസ്ഥനൊരു താല്പര്യമില്ല. അവർ മുഴുവൻ ഡെപ്യൂട്ടേഷനിൽ വരുന്നതാണ്. കുറേ കോൺട്രാക്ട് എംപ്ലോയീസ്
പിന്നെ കുറേ കോൺട്രാക്ട് എംപ്ലോയീസ്, കുറേ പിന്നെ ഔട്ട്സോഴ്സ് ചെയ്ത ആൾക്കാർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 65 ലക്ഷം വിദ്യാർത്ഥികൾ, നീറ്റ് പരീക്ഷ, IIT JEEയുടെ മെയിൻ പരീക്ഷ, പിന്നെ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷൻ, നീറ്റിൻ്റെ NET, UGC NET, CSIR NET, നമ്മുടെ രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട സർവകലാശാലകളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും എത്തുന്ന എല്ലാ പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്ന ഈ സ്ഥാപനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനില്ല. എന്ത് കെയർലെസ് ആയിട്ടാണ് ഇവരിത്. ഒരാകെ ഉള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ ഒരു IAS ഉദ്യോഗസ്ഥനുണ്ട്, അയാൾക്ക് മാത്രമാണ് IAS ഡയറക്ടർ ജനറൽ ലെവലിലെ ആൾക്കാർ മാറിക്കൊണ്ടിരിക്കും, അത് നമുക്ക് മനസ്സിലാക്കാം. ഒരു IAS ഉദ്യോഗസ്ഥനൊഴികെ ബാക്കി മുഴുവൻ ആൾക്കാരും എവിടെ നിന്നോ വന്ന് എങ്ങോട്ടോ പോകുന്ന ആളുകൾ. ഇത് നമ്മളിത് കമ്പയർ ചെയ്ത് നോക്കേണ്ടത് UPSC ആയിട്ടാണ്. എങ്ങനെയാണ് UPSC സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്? 8-9 വർഷമായിട്ടില്ല NTA പരിപാടി നടത്തുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഗംഭീരനായ നേതാവിന് ഇങ്ങനെയല്ല ഇത് കൊണ്ടു നടക്കേണ്ടതെന്ന് പറയാൻ? 1000-ലധികം കോടി രൂപ ഒരു വർഷം പ്രവേശന പരീക്ഷയ്ക്ക്, നിങ്ങൾ ഈ പ്രവേശന പരീക്ഷയ്ക്ക് വേണ്ടി NTA എന്ന് പറയുന്ന ഏജൻസീസ് കിട്ടുന്നുണ്ട്. ലാഭം ഉണ്ടാക്കുകയാണ് അവർ. എന്നിട്ടാണ് ഇത് നടക്കുന്നത്. അതാണ് അതിൻ്റെ ക്രൈം എന്ന് പറയുന്നത്. ഇത്ര ഉത്തരവാദിത്തരഹിതമായി ഈ സംവിധാനം കൊണ്ടു നടന്ന് ഇത് കഴിഞ്ഞ് ആദ്യത്തെ വർഷമാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് ഇപ്പോൾ 9ാമത്തെ വർഷം, 2017 തുടങ്ങി 9ാമത്തെ വർഷമായി. ഇതിനകത്ത് ആ സംവിധാനം, ആ ഏജൻസി ഇതിനകം കൊള്ളാവുന്നൊരു സംവിധാനമായി മാറേണ്ടതായിരുന്നു. അതിന് പകരം ഓരോ വർഷം വഷളായി വന്നിട്ട് അവസാനം പരീക്ഷ മുഴുവൻ റദ്ദാക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇന്നത് ഒരാൾ വിശദമായിട്ട് അത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് സംഭവിക്കുന്നത് ഈ ചോദ്യപേപ്പർ ഇങ്ങനെ ചോർത്തി കൊടുക്കുകയും അതിൻ്റെ അകത്തു നിന്ന് ഈ കാശ് കൊടുത്ത് ഈ ചോദ്യപേപ്പർ വാങ്ങുന്ന ആളുകൾക്ക് വലിയ റാങ്ക് കിട്ടുന്നു. ആ റാങ്ക് കിട്ടുമ്പം ശരിക്കും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ച് മെറിറ്റുള്ള കുട്ടികൾക്കുള്ള അവസരങ്ങൾ ഇല്ലാണ്ടാകുന്നു. കാൽക്കാശിന് കൊള്ളാത്ത ആളുകൾ ഡോക്ടർമാരായിട്ട് വരുന്നു. അതാണിപ്പോൾ സംഭവിച്ചത്. ഇത് ഇങ്ങനെ ഒരു നമ്മുടെ നാട്ടിൽ കാണുന്ന കൊച്ചു പരീക്ഷ പേപ്പറിൻ്റെ ചോദ്യപേപ്പർ പോലെ അല്ലിത്. ഇത് ഇവർക്കറിയാവുന്നതാണ്. എന്നിട്ടും ക്രൂരമായിട്ടുള്ള നിസ്സംഗതയോടുകൂടിയാണ് ഈ മന്ത്രി ആ കാര്യം കൈകാര്യം ചെയ്തത്. അദ്ദേഹം, ഈ മന്ത്രി എന്ന് പറയുന്ന കഥാപാത്രം നമ്മുടെ പ്രധാനമന്ത്രിയുടെ വർത്തമാനം വല്ലപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, അതായത് നമ്മുടെ ജനസംഖ്യയുടെ പകുതിയിലധികം പേർ 30 വയസ്സിൽ താഴെയുള്ളവരാണ്, അവരാണ് നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് മോദി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, അതെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു മിനിമം ഉത്തരവാദിത്വത്തോടു കൂടി അദ്ദേഹം ഇത് ചെയ്യില്ലായിരുന്നു. ആ ചെയ്യാത്തത് കൊണ്ടാണ് അദ്ദേഹം രാജിവെക്കണമെന്ന് കുട്ടികൾ തീർച്ചയായും അത് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ രാജി എന്തുകൊണ്ടാണ് മറ്റു കാര്യങ്ങളിൽ നിന്ന് വ്യതിരിക്തമായി പ്രസക്തമാകുന്നത് എന്നതാണ് ശ്രീ KJ ജേക്കബ് വരച്ചിട്ടത്. ശ്രീ M ജയചന്ദ്രൻ, താങ്കൾ നേരത്തെ നിരീക്ഷിച്ച വളരെ കാതലായ ഒരു വിഷയം മുമ്പോട്ട് വെച്ചത് കർഷക സമരത്തിന്റെ കാര്യത്തിൽ മോദി തുടക്കത്തിൽ ആ ഭരണകൂടം എന്താണ് ചെയ്തത്, അതിനുശേഷം എങ്ങനെയാണ് അവർ മുട്ടുമടക്കേണ്ടി വന്നത്, അതെങ്ങനെയാണ് രാഷ്ട്രീയമായ ആഘാതം മോഡിക്ക് ഏൽപ്പിച്ചത്, അതിനേക്കാൾ വലിയ ആഘാതം ഇവിടെ ഉണ്ടാകും എന്ന് താങ്കൾ പറയുമ്പോൾ ഇനിയും തെരഞ്ഞെടുപ്പിന് ഒരുപാട് കാലങ്ങളുണ്ട്. ഈ ഇപ്പോൾ ABVP നേതാവ് ശ്രീ ഗോകുൽ കൃഷ്ണ ഒക്കെ വാദിച്ചതുപോലെ ഈ വിധത്തിലേക്ക് മോദി സർക്കാരിന് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഹാൻഡിലുകൾക്ക്, വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾക്കൊക്കെ കുപ്രചരണത്തിനുള്ള നിരവധി അവസരങ്ങൾക്കുള്ള സമയമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയമായ മൂർച്ച രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ബോധവൽക്കരിക്കാൻ ഈ സമരം കാരണമായി. അത് തുടരും എന്ന് നേരത്തെ രഞ്ജിനി ഹരിദാസ് പ്രതീക്ഷ പ്രകടിപ്പിച്ചതുപോലെ ഉണ്ടാകുമോ? അതിലേക്കുള്ള എന്തൊക്കെ എലമെൻറ്റുകളാണ് താങ്കൾക്ക് മുമ്പോട്ട് വെക്കാനുള്ളത്? അജിംഷ, അത് നമ്മൾ നോക്കുമ്പോൾ 2014 നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം എന്തായിരുന്നു? ഒറ്റ വാചകത്തിലായിരുന്നു, അബ് കി ബാർ 400 പാർ, ഇത്തവണ 400 മേൽ. ഇതായിരുന്നു മുദ്രാവാക്യം. അങ്ങനെയാണല്ലോ അവര് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അങ്ങനെയായിരുന്നല്ലോ, കോടിക്കണക്കിന് രൂപ ഒഴുക്കിക്കൊണ്ട് ഈ മുദ്രാവാക്യം വെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിനെയാണ് ജനങ്ങൾ ചുരുട്ടിക്കൂട്ടി 240 എത്തിച്ചത്. അതിന്റെ പ്രധാനപ്പെട്ട ചാലശക്തിയായിട്ട് നിന്നത് കർഷക സമരമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് 240 സീറ്റിലേക്ക് BJP, 400-ൽ പരം സീറ്റ് പ്രതീക്ഷിച്ച BJPക്ക് 240 സീറ്റ് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത നിലയിലേക്ക്, ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം BJPക്ക് ഇല്ല, സഖ്യകക്ഷികൾ ഇല്ലെങ്കിൽ ആ നിലയിലേക്ക് മാറേണ്ടി വന്ന
ഈ ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നതിന് കാരണം ഇന്ത്യയിലെ കർഷകരാണ്. ഇന്ത്യൻ കർഷകരെയാണ് വഞ്ചിക്കാൻ ശ്രമിച്ചത്. അവർ ചെറുത്തു നിന്നു. ആ ചെറുത്തു നിൽപ്പ് വിജയിച്ചിട്ടേ അവർ മാറിയുള്ളൂ. അതിന്റെ പ്രതിഫലനമായിരുന്നു 240 എന്നുള്ളത്. ഇനിയിപ്പോ അന്ന് സംഭവിച്ച ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. 80 സീറ്റ് ഉണ്ടായിരുന്ന UP-യില് ആകെ ടോട്ടൽ 80 സീറ്റ്. അതില് 2024 വരെ BJP-യുടെ സീറ്റ് എത്രയായിരുന്നു? 69. 24 ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ BJP-ക്ക് എത്ര സീറ്റ് കിട്ടി? 37. എവിടെ പോയി ബാക്കി? കൃഷിക്കാർ കൊണ്ടുപോയെന്നേ. അതാ സംഭവിച്ചത്. അഖിലേഷ് യാദവിന് സ്ട്രേറ്റ് 39 കിട്ടിയില്ലേ? അങ്ങനല്ലേ വന്നത് സമാജ്വാദി പാർട്ടി. അത് ഒരു കാര്യം. അത് അത്തരത്തിലുള്ള നിരവധി ഈ കർഷക പ്രതിഷേധങ്ങളുടെ സംഘാതം അഖിലേന്ത്യാ തലത്തിൽ, ഉത്തരേന്ത്യയിൽ മൊത്തത്തിൽ കയറി വരുന്നത് നമ്മൾ കണ്ടു. ഇവിടെ നമ്മളിപ്പോ ഇതൊക്കെ പറയുമ്പോഴും ഈ CJP-യുടെ സമരത്തെ നമ്മൾ വിജയമാണെന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ ഇവിടെ ആർക്കും നിരാശയൊന്നും ഇല്ല. ഗോകുലെ, ഒരു നിരാശയുമില്ല. വാസ്തവത്തിൽ എനിക്ക് അഭിമാനകരമായ സന്തോഷമാണ്, വളരെ അഭിമാനകരമായ സന്തോഷമാണ് തോന്നുന്നത് ഈ വിജയത്തിൽ. പക്ഷേ ഒരു കാര്യത്തിൽ വിമർശനമുണ്ട്, ശക്തമായ വിമർശനമുണ്ട്. എന്താണ് കോൺഗ്രസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? രാഹുൽ ഗാന്ധി എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? CJP-യുടെ വിജയത്തിന് ഒരു ക്രെഡിറ്റ് കൊടുക്കാൻ ആ മനുഷ്യൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ കൂടെയല്ലേ ബാക്കി പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇന്നും നിലകൊള്ളുന്നത്, ഇല്ലേ? എന്നിട്ട് ഈ CJP ഒരു വാക്കുകൊണ്ടെങ്കിലും അഭിനന്ദിക്കാൻ ആ പ്രതിപക്ഷ നേതാവ് തയ്യാറായോ? അവരുടെ പാർട്ടിയിൽ ആരെങ്കിലും തയ്യാറായോ? KC വേണുഗോപാൽ ഉൾപ്പെടെ ആരെങ്കിലും തയ്യാറായോ? ഇല്ലല്ലോ. അപ്പൊ എന്താണ് ഇത് കാണിക്കുന്നത്? അത് ഒരു സംശയമില്ലാതെ പറയാം, അത് അസൂയ തന്നെയാണ്. ഇത്തരത്തിൽ ഒരു മാസ് മൂവ്മെന്റായി മാറുന്ന ഈ പ്രക്ഷോഭത്തിനെ അതിനോടുള്ള അവർക്കുള്ള അസഹിഷ്ണുത തന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് അവിടെ പ്രകടിപ്പിച്ചത്. വയനാട്ടിൽ വന്ന് പ്രിയങ്ക ഗാന്ധിയും കാണിച്ചത്, KC വേണുഗോപാലും ഡൽഹിയിൽ അത് തന്നെയാണ് കാണിച്ചത്. അതിന്റെ പ്രതിഷേധാർഹമായ വിമർശനാത്മകമായ വശം തന്നെ ആയിരിക്കുമ്പോഴും ഇത് വലിയൊരു മുന്നേറ്റമായിട്ട് വരികയായിരുന്നു. ആ മുന്നേറ്റത്തിൽ തീർച്ചയായും ഞാൻ അതിന്റെ ഒരു തുടർ നിരീക്ഷണം എന്ന നിലയിൽ ശ്രീ KJ ജേക്കബിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ശ്രീ KJ ജേക്കബ്, ഇത് കൂട്ടായ്മയുടേതാണ്, പ്രതിപക്ഷ കൂട്ടായ്മയുടേതാണ്. ഇത് കോക്രോച്ച് പാർട്ടിക്കൊപ്പം ചേർന്ന് ഇടത് കക്ഷികൾ, മതേതര കക്ഷികൾ, ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് അടക്കം. പക്ഷേ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ അമാന്തിച്ചു നിന്നതാണ്, പിന്നീട് ഇതിലേക്ക് എത്തിപ്പെടേണ്ടി വന്നതാണ്. അപ്പോഴും ജന്തർ മന്ദറിലെത്താതെ സമാന്തരമായി സമരം ഉണ്ടാക്കുകയും അത് മൂർച്ച കളഞ്ഞു. ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു സമഗ്രമായ രാഷ്ട്രീയ പാർട്ടിയുടെ പക്വത രാജ്യത്തെ സമകാലിക യാഥാർത്ഥ്യവുമായി ചേർന്ന് കോൺഗ്രസ് ചെയ്യാൻ പരാജയപ്പെട്ടു എന്നൊക്കെ വിമർശനമുണ്ട്. അതിലേക്കൊന്ന് ആഡ് ചെയ്താൽ താങ്കൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അത് ഞാനത് ശ്രദ്ധിച്ചു. രാഹുൽ ഗാന്ധി ഒട്ടും സംസാരിച്ചില്ല എന്ന് ഞാൻ പറയില്ല. അദ്ദേഹം രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ട് പല റാലികൾ സംഘടിപ്പിച്ചു. പക്ഷേ SFI കഴിഞ്ഞ ഒരു മാസത്തിലധികമായി SFIയും സമരത്തിലാണ്. ശ്രീ ആദർശന് അത് കൃത്യമായിട്ട് പറയാൻ പറ്റും. എനിക്കൊന്ന് ഒരു മാസം മുമ്പാണ് ഞാൻ കൊച്ചിയിൽ ഒരു യോഗത്തിൽ പങ്കെടുത്തത്. ഒരു മാസമായിട്ട് കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും ഇതിനെക്കുറിച്ച് സമരം ചെയ്തുകൊണ്ട് അവർ പലയിടത്തും യോഗങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെ ഒരു ഫോക്കസിലേക്ക് കൊണ്ടുവരികയും വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തത് ശ്രീ സോനം വാങ്ചുക്കിൻ്റെ ഇടപെടലാണ്, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇടപെടലാണ്. അവരാണ് ഇതിനെ ഒരു എല്ലാ മനുഷ്യരുടെയും പ്രശ്നമാക്കി മാറ്റിയത്. അതിൻ്റെ ഇടയ്ക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസിയുടെ പ്രശ്നമുണ്ടെന്നുള്ളത് എനിക്ക് പിന്നെ തോന്നിയിട്ടുണ്ട്. പങ്കെടുക്കാൻ പോയതിനു ശേഷം അത് ബർത്ത്ഡേ ആഘോഷിക്കാനായി ഞാൻ അവിടെ പോയതാണ് എന്നൊക്കെ രീതിയിൽ ഡയലൂട്ട് ആക്കിയതും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ. ഞാൻ അതിലേക്ക് വരുന്നത് ഇത്രയും വലിയ സമരം അതിനെ ഫോക്കസിലേക്ക് ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 12 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന പ്രധാനമന്ത്രിയാണ്. സിസ്റ്റം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. ആ സമരത്തെ ഭീകരമായ അടിച്ചമർത്തൽ നേരിട്ട് കൊണ്ടാണ് CJPയും ആ കൂടെ ഉണ്ടായിരുന്ന SFIക്കാരും ASFകാരും ISAയും കൂടി വിജയത്തിലേക്ക് എത്തിച്ചത്. ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞില്ല. ആ സമരഭൂമിയിൽ അദ്ദേഹം ഒരിക്കൽ പോലും എത്തിയില്ല. അദ്ദേഹം പ്രധാനമന്ത്രിയുടെ വീടിന് മുമ്പിൽ ധർണയിരിക്കാൻ പോയി എന്നുള്ളത് ശരിയാണ്, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ ഈ വലിയ സമരത്തെ ഫോക്കസിലേക്ക്, രാജ്യത്തിൻ്റെ ഫോക്കസിലേക്ക് കൊണ്ടുവരാനും വിജയത്തിലെത്തിക്കാനും പറ്റിച്ച അതിനുവേണ്ടി കഴിഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടിയെക്കുറിച്ച് ഒരു വാക്ക് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് പെറ്റിനെസ്സാണ്.
അതൊരു അപകടകരമായ വിധത്തിലൊരു ബിസിനസ്സാണ്. കാരണം നരേന്ദ്രമോദിയുടെയും RSSൻ്റെയും രാഷ്ട്രീയത്തെ നേരിടണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് നിന്നേ പറ്റൂ എന്നുള്ള പ്രാഥമിക രാഷ്ട്രീയ പാഠം അദ്ദേഹം മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. തീർച്ചയായും. വളരെ ചുരുക്കി ഗോകുൽ കൃഷ്ണ, വളരെ ചുരുക്കി, അതായത് എന്താണ് ഈ സമരം വിജയത്തിലൂടെ, നിങ്ങളുടെ വീഴ്ചയിലൂടെ നിങ്ങൾ പഠിക്കുന്ന പാഠം, നിങ്ങളുടെ ഭരണകൂടം പഠിക്കുന്ന പാഠം എന്താണ്? ഏത് രീതിയിലാണ് കേന്ദ്ര നയങ്ങളിൽ നിങ്ങൾ പുനഃപരിശോധനയ്ക്ക് തയ്യാറാകുന്നത്? ഈ ഒരു അവസരത്തിൽ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ ആദർശ് എസ്.എഫ്.ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്, അദ്ദേഹത്തോട് ചോദിക്കുക. അദ്ദേഹം ഇവിടെ വളരെ വലിയ തരത്തിൽ NEP വിമർശിച്ച് കണ്ടു. അപ്പം അദ്ദേഹം പഠിക്കുന്ന ക്യാമ്പസാണല്ലോ ജൻഹിദ് കോളേജ്, അവിടെ NEP നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ. അവിടെ അദ്ദേഹം ആ പഠനം ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ അവിടെ NEP നടപ്പിലാക്കരുതെന്ന തരത്തിൽ എന്തെങ്കിലും പ്രതിഷേധത്തിന് ആദർശം സജിയുടെ നേതൃത്വത്തിൽ SFI പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ടോ? ചോദ്യമാണ്. അഖിലേന്ത്യാ പ്രസിഡന്റിന് മറുപടി ഉണ്ടോ അക്കാര്യത്തിൽ? ഞാൻ മറുപടി ആദർശ് പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ടോ? SFIയുടെ പ്രതിഷേധം അവിടെ ഉയർത്തിയിട്ടുണ്ടോ? ഇന്ത്യയിൽ BJP വിമർശിക്കുന്ന ആരും BJP വിമർശിക്കുന്ന ആരും പഠിക്കരുതെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം SFIയുടെ അഖിലേന്ത്യാ കേന്ദ്രം കോടിക്കണക്കിന് രൂപ ഡൽഹിയിൽ നിങ്ങൾ നടത്തിയ പ്രതിഷേധം യോഗി ആദിത്യനാഥിന്റെ പോലീസ് തകർത്തെറിയാൻ നോക്കി. ഉത്തർപ്രദേശ് ഗോകുലെ, നിങ്ങൾ എന്തിനാ ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? നിങ്ങൾ കാണൂ, എന്താ ഉത്തർപ്രദേശിൽ ഇന്നോ പ്രതിപക്ഷത്തിന്റെ റോൾ അവിടെ SFI വിദ്യാർത്ഥി സംഘടന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ കേന്ദ്രങ്ങളിലാണ് സമരം നടത്തിയത്. നിങ്ങൾ ഇപ്പൊ നോക്കൂ, ലക്നൌവില് കഴിഞ്ഞ ദിവസം ആരംഭിച്ച അനിശ്ചിതകാല ആയിരങ്ങളോടെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ ജംഗൽ രാജ് അടക്കുന്ന സംസ്ഥാനത്ത് ഈ വിദ്യാർത്ഥി സംഘടന പ്രക്ഷോഭത്തിലാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ, സ്കൂൾ പൂട്ടുന്നതിനെതിരെ എത്ര സ്കൂളുകളിലാണ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ നീറ്റ് പരീക്ഷയ്ക്കെതിരെ എത്ര പ്രതിഷേധം, ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ പ്രക്ഷോഭങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതെല്ലാം സംഘപരിവാറിന്റെ ചാനലുകളിൽ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ സംഘപരിവാറിന്റെ ചാനൽ നിങ്ങളോട് ചോദിച്ച ചോദ്യം കൃത്യമാണ്, അതിന് മറുപടി ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോയി എന്റെ അവസരം ഹനിക്കരുതേ. എന്താണ് ഗോകുൽ സമരം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സമയം കളയാനായി മറ്റൊരു ദിശയിലേക്ക് ഒരു മണിക്കൂറിൽ കഴിയാത്ത കാര്യം ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ വെല്ലുവിളിക്കുന്നത് ഇല്ല നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ പഠിക്കാൻ പോരുത്. തീർച്ചയായും ഞാൻ ചർച്ച വൈൻഡപ്പ് ചെയ്യുകയാണ്. വിദ്യാർത്ഥി സമരം ഐതിഹാസികമായ വിജയത്തെ സ്പർശിച്ചു. തോറ്റുമുട്ടുകുത്തി അമ്പേ പരാജയപ്പെട്ട മോദി സർക്കാർ ഇനിയെങ്കിലും പാഠം പഠിക്കാൻ തയ്യാറാകണം. കണ്ണടച്ചിരുട്ടാക്കിയും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ കുപ്രചരണങ്ങളുമായി മേളിക്കാമെന്ന് കരുതേണ്ട. ഇതാ യുവജനങ്ങൾ കൂടി സടകുടഞ്ഞെഴുന്നേറ്റു, ജെൻസിയും. അതുകൊണ്ട് ഇത് കാത്തിരുന്ന് കണ്ടാൽ കാര്യങ്ങൾ പിടികിട്ടും. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസിനോടൊപ്പം